അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 98ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലും. ഇന്നത്തെ ഈ ദൈവജന പഠനത്തിനായി നാം പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ 97 ദിവസങ്ങളായി വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഇതിൻ്റെ 20-ാം അധ്യായം നമ്മൾ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ച് വ്യാഖ്യാനിക്കുവാൻ ഇടയാത്തത്. വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ 20-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 7 ഇടിനാദത്തിൽ മറഞ്ഞിരിക്കുന്ന 6-ാമത്തെ ദിവസമാകുന്ന ഒടുക്കത്തെ നാളിൽ സംഭവിക്കാനുള്ള സുപ്രധാനമായ 7 സംഭവങ്ങളുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം, ഒടുക്കത്തെ നാൾ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സാത്താനെ അഴിച്ചു വിട്ട ശേഷമായി അവൻ പുറപ്പെട്ട് ഭൂലോകത്തിലൊക്കെ പോയി ജാതികളിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് ശക്തികളെ വശീകരിച്ച് അവൻ കർത്താവിൻ്റെ പ്രിയ നഗരത്തെയും പാളയത്തെയും വളയുന്നുവെന്നും അങ്ങനെ വളയുന്നത് അത് ഗോഗ് മാഹോഗ് യുദ്ധത്തിന് വേണ്ടിയാകുന്നു. അതാണ് പ്രാരംഭ സംഭവം. അപ്പോൾ ഒടുക്കത്തെ നാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നോട് ബന്ധത്തിൽ പ്രാരംഭമായി സംഭവിക്കുന്നത് ഗോഗ് മാഹോഗ് യുദ്ധമാണ്. അപ്പോൾ അവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങളുണ്ട്. അപ്പോൾ കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടുക്കത്തെ നാൾ പ്രത്യക്ഷപ്പെടുന്നില്ല. അത് ചില ദിവസങ്ങൾ ദൈവം അല്പകാലം കുറച്ച് നാളിൽ അത് സാത്താനെ പ്രവർത്തിപ്പാനായിട്ട് ദൈവനെ ചങ്ങലയിൽ നിന്ന് അവനെ മോചിപ്പിച്ച് അവന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആ ദിവസങ്ങളിൽ ഒന്നിലാണ് ദൈവം ഒടുക്കത്തെ നാൾ കള്ളനെ പോലെ പ്രത്യക്ഷമാക്കുന്നത്. അന്ന് നടക്കുന്നതിലെ പ്രധാന സംഭവം ഗോഗ് മാഗോഗ് യുദ്ധമാണ്. ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. രണ്ടാമത്തെ സംഭവം ദൈവത്തിൻ്റെ പ്രിയ നഗരത്തെയും പാളയത്തെയും വളയുന്ന ജാതികളെ ആകാശത്ത് തീ ഇറങ്ങി ദഹിപ്പിച്ച് കളയുന്നതാണ്. അപ്പോൾ ഈ സമൂഹത്തിനെതിരെ കൂടി വരുന്നവർക്കെതിരെ അന്ന് രക്തപ്പഴി ഒഴുകുന്നില്ല. ഹർമോദ യുദ്ധത്തിലാണ് അവസാനമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധം ഉണ്ടാകുന്നത്. അന്ന് ഒഴുകുന്ന രക്തപ്പുഴകൾ കൊണ്ട് മലകൾ ഒഴുകിപ്പോകുന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമായിട്ട് 1000 ആണ്ട് വാഴ്ച യുദ്ധമില്ല, യുദ്ധം അഭ്യസിക്കത്തില്ല, യുദ്ധായുധങ്ങളില്ല. എന്നാൽ ഒടുക്കത്തെ നാൾ പ്രത്യക്ഷമാകുമ്പോൾ സാത്താൻ അവൻ വീണ്ടും അപ്പോൾ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ദൈവം സാത്താനെ അഴിച്ചുവിടുന്നു. ചില നാളുകൾ അവൻ്റെ പ്രവർത്തനമായി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നു, ആൾക്കാരെ മുഴുവൻ വശീകരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയ നഗരത്തെയും പാളയത്തെയും വളയുമ്പോൾ ദൈവം ഗോഗ് മഹോ യുദ്ധം, അതാണ് സാത്താൻ്റെ കീഴിൽ അണിനിരക്കുന്ന സകല ജാതികളും അന്നുള്ള ഭൂമിയിലുള്ള ജാതികളിലുള്ളവർ അവൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിൽ കർത്താവിൻ്റെ നഗരത്തെയും പ്രിയ നഗരത്തെയും പാളയത്തെയുമാണ് വളയുന്നത്. ആ സന്ദർഭത്തിൽ ഗോഗ് മഹോ യുദ്ധമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ യുദ്ധത്തിലാണ് ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് യുദ്ധം ചെയ്താണ് ഹർമോദ യുദ്ധം നടക്കുന്നതെങ്കിൽ ഈ ഗോഗ് മഹോ യുദ്ധത്തിൽ അങ്ങനെയുള്ളൊരു സംഭവമല്ല. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നഗരത്തെയും പാളയത്തെയും വളയുന്ന ജാതികളെ ദഹിപ്പിച്ചു കളയുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആകാശത്ത് തീ ഇറങ്ങി ദഹിപ്പിക്കുന്നതിനുള്ള ബന്ധത്തിൽ പല തെളിവുകളും നമുക്ക് ഇതിനു മുമ്പുള്ള ദൈവം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആകാശത്ത് ഇറങ്ങിയാണ് സൊദോമിയ ഗൊമോറ പട്ടണങ്ങളെ ദൈവം മറിച്ച് കളയാൻ ഇല്ലാതാക്കി കളഞ്ഞത്. പക്ഷെ അങ്ങനെ ഇവിടെ മറിച്ച് കളയുന്നില്ല, ഈ പറയുന്ന ആൾക്കാരെ ദഹിപ്പിച്ച് കളയുകയാണ്. അപ്പോൾ അവരെ ദഹിപ്പിച്ച് കളയാൻ ദൈവത്തിന് കഴിയും. നമുക്കറിയാം ഏലിയാവിനുള്ള ബന്ധത്തിൽ ഏലിയാവിനെ പിടിക്കാൻ വരുന്ന അവരെ ആകാശത്ത് ഇറങ്ങിയത് ദഹിപ്പിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ അവിടെ തീയിറങ്ങി ആരാണോ അവനെതിരായി അവരെ മാത്രമാണ് ദഹിപ്പിച്ച് കളയുന്നത്. അപ്പം അങ്ങനെ സംഭവിച്ച കാര്യമാണ്. പക്ഷെ സൊദോം ഗൊമോറയിൽ ആകാശത്ത് ഇറങ്ങിയപ്പോൾ അത് മുഴുവൻ നശിപ്പിച്ച് അതിനെ
മറിച്ച് കളയുകയാണ് ചെയ്തത്. എന്നാൽ ഇങ്ങനെ പ്രത്യേകമായിട്ടുള്ളവരെ നശിപ്പിച്ച് കളയാൻ, ഇല്ലാതാക്കി കളയാനായിട്ട് തീ ഇറങ്ങിയതിനുള്ള ബന്ധത്തിൽ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിനുള്ള തെളിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് തീ ഇറങ്ങി നശിപ്പിച്ച് കളയുവാനുള്ള അധികാരം ദൈവത്തിൻ്റെ കൈവശമുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടെ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരായിട്ടുള്ളവർ എന്ന് ചോദിച്ച് ദൈവം അതിനെ അവരിൽ നിന്ന് വിലക്കുവാനിടയായി തീർന്നു. അപ്പോൾ അന്ന് ദൈവം അനുവദിച്ചാണ്. കൃപായുഗത്തിൽ അങ്ങനെ തീ ഇറങ്ങി ആരെയും നശിപ്പിക്കുന്നില്ല. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവിനായിട്ട് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു തെളിവിന് വേണ്ടി ഞാൻ വായിക്കാം. അപ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം, ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവനെയും അവൻ്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവൻ വന്ന് പറഞ്ഞത് അവൻ ഇവിടെ കളിയാക്കിയാണ് ഈ 50 അധിപതിയോടെന്ന് പറയുന്നത്. അവന് 50 പേർക്ക് അധിപതിയായ ഒരുവനെയും അവൻ്റെ 50 ആളുകളെയും അവൻ്റെ അടുക്കൽ അയച്ചു. അവൻ്റെ അടുക്കൽ ചെന്നു. അവൻ ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവനോട്, ദൈവപുരുഷ, ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം രാജാവ് കൽപ്പിക്കുന്നു, നീ ഇറങ്ങി വരാൻ, ദൈവപുരുഷനല്ല, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ ഇവനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഏലിയ പറഞ്ഞു, ഏലിയാവിന് 50 അധിപനെ അവിടെ, ദൈവപുരുഷനെങ്കിൽ, ഞാൻ ദൈവപുരുഷനെങ്കിൽ നിന്നെ വിട്ട രാജാവിൻ്റെ അടുത്തോട്ട് ഞാൻ വരത്തില്ല, നിന്നെ ആരയച്ചോ അവൻ്റെ അടുത്ത് നീയും പോകത്തില്ല. അതാണ് ദൈവപുരുഷൻ്റെ അധികാരം, അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനം അതാണെന്ന് വെളിപ്പെടുത്തുകയാണ്. നീ വിചാരിച്ചത് എന്നെയും കൂട്ടി രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എന്നെ ഏൽപ്പിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ പറയുകയാണ്, ഞാൻ ദൈവപുരുഷനാകുന്നെങ്കിൽ ആകാശത്ത് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ ആകാശത്ത് തീ ഇറങ്ങി അവനെയും അവൻ്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഇവിടെ അവരെ മാത്രമാണ് ദഹിപ്പിച്ചത്. ഇത് വായിക്കുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും. ഇങ്ങനെ ഇത്രയും പാളയത്തിന് ചുറ്റുമായിട്ട് തീ ഇറങ്ങുമ്പം ഒരു പട്ടണത്തിന് ചുറ്റുമായി തീ ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് തീ ഇറങ്ങി ഇവരെ മാത്രം ദഹിപ്പിച്ച് കളയുന്നത്? മറ്റുള്ള ആർക്കും ഒരു കുഴപ്പം വരാതിരിക്കുന്നത് എങ്ങനെയാണ്? കാരണം ദൈവത്തിൻ്റെ പ്രിയ നഗരമുണ്ട്, പാളയമുണ്ട്, അതിന് ചുറ്റിലുമായിട്ടാണ് ഗോഗുമാഗ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് തീ ഇറങ്ങുമ്പോൾ അത് ആ ദേശത്തെ മുഴുവൻ ബാധിക്കത്തില്ലേ? ഇത് സംശയം ന്യായമായിട്ടുണ്ടാകാം. അപ്പം അങ്ങനെ ഉണ്ടാകാനുള്ള സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം എടുത്ത് ഇന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഞാൻ പറയുന്നത്, അപ്പോൾ പല വിധത്തിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധികളുണ്ട്. സൊദോം അത് ഗന്ധകം ദൈവം പെയ്ത് അതിനെ അവിടെ മുഴുവനായി കത്തിച്ച് കളയുക. ഇവിടെ അങ്ങനെയല്ല. ആകാശത്ത് തീ ഇറങ്ങി 50 പേരെയും അതിനധിപനെയും. അപ്പം അങ്ങനെ വന്ന ആൾക്കാരെല്ലാം ഈ ആരൊക്കെ വന്നോ അവരൊക്കെ അങ്ങനെ ദഹിപ്പിച്ചു. പക്ഷെ അവസാനം എഴുത്തും വന്ന് അവൻ്റെ മുമ്പിൽ കവന്ന് വീണ് അവൻ സമ്മതിച്ച് നീ ദൈവപുരുഷനാണെന്ന് ബഹുമാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ മാത്രം മരിച്ചില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ദൈവത്തെ ബഹുമാനിക്കാത്ത, ഇപ്പോൾ ഒരു പ്രവാചകനെ ബഹുമാനിക്കാതെ ഇങ്ങനെ കൂടി വന്നവനെ ആകാശത്ത് തീയിറങ്ങി ദഹിപ്പിച്ച് കളയുമെങ്കിൽ രാജാതിരാജാവും കർത്താവുമായ സർവ്വത്തിൻ്റെ ഉടമയായിരിക്കുന്ന നമ്മുടെ കർത്താവിനെതിരായി അവസാനമായി അവനോട് ചേർന്ന് നിൽക്കുന്ന പ്രിയ നഗരത്തെയും പാളയത്തെയും യുദ്ധം ചെയ്യാൻ വേണ്ടി കൂടി വരുന്ന അവർ മനസ്സിലാക്കിയിരിക്കണം. അന്നും ദൈവം അത് ചെയ്യാൻ പോകുന്നത് ആകാശത്ത് ഇറങ്ങി അവരെ മാത്രം ദഹിപ്പിച്ച് കളയും എന്നുള്ളത് ഇതിന് മുന്നോടിയായി നടന്ന ഒരു സംഭവത്തിൻ്റെ തെളിവ് സഹിതം അത് വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ ശരിയായ രീതിയിൽ വായിക്കുന്നവർക്കൊക്കെ സംശയം ഉണ്ടാകും, നല്ല സംശയം ഉണ്ടാകും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? തീ ഇറങ്ങുമ്പോൾ ഇവർ മാത്രം എങ്ങനെയാണ് മരിച്ചു പോകുന്നത്? പിന്നെ നമുക്ക് ഒരൊറ്റ വാക്യം ദൈവം എല്ലാം അത് കർത്താവ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പം നിസ്സേമി ചെയ്തതുപോലെ ഇപ്പം അവരെ സൂക്ഷിച്ചില്ലേ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും വേദപുസ്തകത്തിൽ തെളിവുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മാറിപ്പോകാൻ വേണ്ടിയാണ് ഞാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം
1-ാം അധ്യായം വായിച്ച് ആകാശത്ത് ഇറങ്ങി 50 പേരെയും അധിപതി 51 പേരെ മാത്രമേ ദഹിപ്പിച്ച് കളഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ കർത്താവിന്റെ പ്രിയ നഗരത്തിനോട് എതിരായി യുദ്ധം ചെയ്യാൻ വരുന്ന ഇവരെയും അവരെ മാത്രമായിരിക്കും ദഹിപ്പിച്ച് കളയുന്നത്. ബാക്കിയുള്ള ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നുള്ളതും ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണമെന്ന് ഞാൻ ഹൃദയം ഓർപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ ദഹിച്ചു പോകുന്നില്ല. അവനെ പിടിച്ച് നിത്യനരകാഗ്നിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. കാരണം നിത്യനരകാഗ്നിയിലേക്ക് പോകാനുള്ളതാണ്. അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യനരകാഗ്നിയിലേക്ക് അവനെ തള്ളിക്കളയുന്നത് ഒടുക്കത്തെ നാളിൽ ആകുന്നു. ഒടുക്കത്തെ നാളിലാണ് ഈ സാത്താനെ വാസ്തവത്തിൽ ഒടുക്കത്തെ നാളെന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ശത്രുവാകുന്ന സാത്താനെ മരണത്തെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിനോടുള്ള ബന്ധത്തിൽ അവൻ വേരും കൊമ്പുകളെയും തള്ളിക്കളയുന്നുള്ള ബന്ധത്തിലാണ് ഒടുക്കത്തെ നാളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അന്ന് അത് സംഭവിക്കും എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന ഗന്ധകത്തീപ്പിലേക്ക് തള്ളിയിടുമവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും എന്ന് നമ്മൾ കഴിഞ്ഞ സമയം ചിന്തിച്ചിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പാപ പരിഹാര യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നരകാഗ്നിയാകുന്ന 2-ാം മരണത്തിൽ നിന്നുള്ള നിത്യമായ വിടുതലുണ്ട്. 1-ാമത്തെ മരണം മനുഷ്യരുടെ ബന്ധത്തിൽ നടന്നത് ആത്മമരണമാണ്. എന്നാൽ മരണം ഉത്ഭവിച്ചത് സ്വയമരണമാണ്. എന്ന് പറഞ്ഞാൽ സാത്താനാകുന്ന ലൂസിഫർ അവൻ സ്വയമായി മരണത്തിന് കീഴ്പ്പെട്ട് സ്വയകളങ്കമായി തീർന്നാണ് മരണം ഉത്ഭവിക്കുന്നത്. മനുഷ്യനിലേക്ക് 1-ാമത്തെ മരണമായി തീർന്നത് ആത്മമരണമാണ്. ഒടുക്കത്തെ മരണം എന്ന് പറയുമ്പോൾ ഒടുക്കത്തെ ശത്രുവാണ്. ഒടുക്കത്തെ ശത്രു അവനാണ് ആദ്യത്തെ ശത്രുവാണ് ഒടുക്കത്തെ ശത്രു. ആദ്യമായി അവൻ ദൈവത്തിന് ശത്രുത്വമായി അവൻ പ്രവർത്തിച്ചു തുടങ്ങി. അവൻ്റെ ഒടുക്കത്തെ ദിവസമാണ് ഒടുക്കത്തെ നാൾ. അപ്പോൾ എന്നാണോ അവൻ പ്രവർത്തിക്കാൻ വേണ്ടി ഇരുളിൻ്റെ ശക്തിയായി ആ പൈശാചിക ശക്തി ഇരുൾ ശക്തിയായി രൂപപ്പെട്ടത് മരണമായി രൂപപ്പെട്ടുവോ അത് നമുക്ക് എന്നാണെന്ന് അറിയത്തില്ല. അത് മധ്യാകാശത്തിൽ അഥവാ പർദീസയിൽ നടന്ന യുദ്ധത്തിൽ എന്ന് പറഞ്ഞ യുദ്ധം നടക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം അവനെ വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി താഴെയിട്ടു. അപ്പോൾ അന്ന് അവനെ വെട്ടി താഴെയിട്ടു. അന്ന് തുടങ്ങിയതാണ് ഈ മരണത്തിൻ്റെ പ്രവൃത്തിയുടെ തുടക്കം. അത് ഒടുങ്ങിപ്പോകുന്നത് ഒടുക്കത്തെ നാളിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒടുക്കത്തെ നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത് പ്രവൃത്തിപഥത്തിലാക്കുമ്പോൾ ഇവനെ മാത്രം തള്ളിക്കളയാതെ അവനെ വേണമെങ്കിൽ അന്ന് തന്നെ ദൈവത്തിന് നിത്യമായിട്ട് വേണമെങ്കിൽ ഒരു അഗ്നിനരകം ഉണ്ടാക്കി അവിടെ ഇടാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശ്നമെല്ലാം തീർന്നേനെയല്ലോ. ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തി എപ്പോഴും നാം ചിന്തിക്കുമ്പോൾ ഇതൊരു കഥ പോലെ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തതല്ല മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇത് അവൻ തിന്മയായപ്പോൾ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക എന്നതാണ് ദൈവിക പ്രമാണം. ലൂസിഫറുകളായി മാറിയപ്പോൾ അവൻ പരാജിതനായി താഴേക്ക് അവനെ നിത്യമായ നരകാഗ്നിയിലേക്ക് അന്ന് തന്നെ തള്ളിക്കളയാതെ അവന് ഒരുക്കിയിരിക്കുന്നതിലേക്ക് തള്ളിക്കളയുന്നതിന് മുമ്പായി ദൈവം മറ്റൊരു സൃഷ്ടിയെ ഇവിടുന്ന് തേജസ്സിൻ്റെ ഉന്നതങ്ങളിലേക്ക് എടുക്കും. ആ തേജസ്സിൻ്റെ വിവിധ ഗണങ്ങളിലുള്ളവരെ എടുത്തിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി വെളിപ്പെട്ട് അവിടെ ആക്കും. അതിനു മുമ്പായി സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരുമായി വന്ന് അവനെ ചവിട്ടിക്കളഞ്ഞ് തിന്മയെ നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ നന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ വേണ്ടി യേശു കാൽവറിയിൽ യാഗമായി തീർന്നു. അപ്പോൾ അവൻ യേശു ക്രിസ്തു മരിച്ചത് നമ്മെ ഉയർത്താൻ വേണ്ടിയാണ്. സാത്താൻ അവൻ എതിർത്ത് ദൈവത്തെ നകന്നുപോയി മരണമായപ്പോൾ ദൈവം തൻ്റെ സ്വരൂപ സൃഷ്ടിച്ച മനുഷ്യൻ മരണത്തിലാകപ്പെട്ടെങ്കിലും അവനെ ദൈവാനുരൂപമായ ദൈവത്തിന് സദൃശ്യമായ മക്കളാക്കി മാറ്റുവാൻ വേണ്ടി മനുഷ്യ സദൃശ്യത്തിൽ ദൈവപുത്രൻ ലോകത്തിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പ്രവർത്തന മുഖാന്തരമായി സ്ഥാപിതമായി പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ ഒരു കൂട്ടരെ ദൈവം മണ്ണിൽ നിന്ന് സ്വർഗത്തിലെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. അന്ന് നാം കാണുന്നത് സാത്താൻ പാതപീഠമായി തീരുമെന്നാണ് കാണുന്നത്.
അപ്പോൾ അവൻ്റെ വീഴ്ച നടന്നുകൊണ്ടേയിരിക്കും. ഒടുക്കത്തെ ശത്രുവായിട്ട് സാത്താനെ എന്നേക്കുമായി നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ പൈശാചിക വഞ്ചനയിൽ കടന്നുപോയ എല്ലാവരെയും ഓരോ സന്ദർഭങ്ങളായിട്ട് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നന്മകളാൽ നിറഞ്ഞ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുമ്പോൾ അല്പകാലത്തേക്ക് ആണ് തിന്മയുടെ ഉറവിടമാകുന്ന സാത്താൻ അഴിച്ചുവിടുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് അവൻ സകല ജാതികളെ വശീകരിക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അപ്പോൾ അന്ത്യയുദ്ധത്തിനായി അവൻ അവരെ അണിനിരത്തുകയും ദൈവിക പഠനത്തിനെതിരെ ഒത്തിരി ജാതികളുടെ സമൂഹം ആകാശത്തുനിന്ന് ഇറങ്ങുന്ന തീക്കിരയായി തീരുകയും അവരെ ഭസ്മമാക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ ഇവർ മരിക്കുമ്പോൾ ഇവിടെ ആത്മാക്കൾ അപ്പോൾ തന്നെ പാതാള നരകത്തിലേക്ക് മാറ്റപ്പെടും. ഇവിടെ ദൈവത്തോട് നേരിട്ട് മത്സരിക്കുന്നതുകൊണ്ട് ഇവരെല്ലാം ദൈവത്തോട് നേരിട്ട് മത്സരിക്കുന്നവരായതുകൊണ്ട് അവരുടെ ആത്മാക്കൾ നരകമാകുന്ന മണ്ഡലത്തിലേക്കായിരിക്കും മാറ്റപ്പെടുന്നതാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഒടുക്കത്തെ നാൾ പ്രത്യക്ഷപ്പെടുന്ന 7 കാര്യങ്ങളിലെ 3 കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. അതിൻ്റെ ചുരുക്കമൊന്ന് പറഞ്ഞിട്ട് 4ാമത്തെ സംഭവത്തിലേക്ക് പ്രവേശിക്കാം. ഗോഗുമാഹോ യുദ്ധം, അതാണ് മാനവരാശിയുള്ള ബന്ധത്തിലെ അവസാന യുദ്ധം. അതേക്കുറിച്ച് വെളിപ്പാട് 20-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിന്റെ അവസാനത്തെങ്കിൽ സംഭവിക്കുന്നത് ആകാശത്ത് ഇറങ്ങി ദൈവത്തിന്റെ പ്രിയ നഗരത്തെയും പാളയത്തെയും വളയുന്ന കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗുമാഗോ ജാതികളെ ദഹിപ്പിച്ച് കളയുന്നതാണ്. ഒടുക്കത്തെ ശത്രുവാകുന്ന സാത്താനെ അഗ്നിപ്പുകയിലേക്ക് തള്ളിക്കളയുന്നതോടെ മലായികയുടെ പ്രവചനത്തിൽ വേറെന്ന സൂചിപ്പിച്ചിരുന്ന ദുഷ്ടതയുടെ പര്യായമായ സാത്താനെയാണ് എന്നേക്കുമായി നിത്യനരകാഗ്നിയിലെ തള്ളിക്കളയുന്നത്. അവൻ്റെയും നിത്യശിക്ഷാവധിയുടെ അതികഠിനമായ തീവ്രതയിൽ അവനെ അകപ്പെടുത്തി കളയുന്നു. സാത്താൻ ഇവയിൽ നിന്ന് ഉത്ഭവിച്ച അശുദ്ധമായ സകലതുമാണ് തീപ്പിലേക്ക് ഒന്നൊന്നായി പിന്നീട് തള്ളപ്പെടുന്നതിന് മുമ്പും പിന്നുമായി തള്ളപ്പെടുന്നത്. അതേക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചത് ഓർക്കുമല്ലോ. അപ്പോൾ കർത്താവിൻ്റെ മഹത്വപ്രതിഷ്ഠയുള്ള ബന്ധത്തിൽ പ്രാരംഭമായി മഹത്വപ്രതിഷ്ഠതയുടെ പ്രാരംഭത്തിൽ അഥവാ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന സംഭവത്തിൽ അന്നാണ് മൃഗവും കള്ളപ്രവാചകനുമാണ് അഗ്നിപ്പൊയ്കയിൽ ആദ്യത്തെ ഇരകളായിത്തീരുന്നത്. സാധാരണയാഘാതത്തിൽ തടവിലാക്കുകയുമാണ് ചെയ്യുന്നത്. എൻ്റെ സമ്മറൈസ് ചെയ്തിട്ടാണ് അടുത്തിലേക്ക് പോകുന്നത്, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്കൊരു ചിത്രം പോലെ നമ്മുടെ മുമ്പിൽ അത് കടന്നു വരണം. ഇത് വെളിപ്പാട് പുസ്തകം പഠിച്ചു കഴിയുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനോമുഖരത്തിൽ ഒന്നൊന്നായി നമുക്ക് വെളിപ്പെട്ടു വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതിനെ സമ്മറൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത്. 7 മുദ്ര, 7 കാഹളം, 7 കലശം, 7 ഇടുനാത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങൾ, അതിലെ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, മഹത്വപ്രതിഷ്ഠയിൽ നടക്കുന്ന 7 സംഭവങ്ങൾ, ഒടുക്കത്തെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സാധാരണ പഠിക്കേണ്ട ഒരു മനുഷ്യന് അവൻ്റെ മനസ്സിൽ തെളിയുന്ന ചിത്രം പോലെ ഒന്നൊന്നായി വെളിപ്പെട്ടു വരാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പഠനം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നടക്കുന്ന അതിന് ആദ്യമായി നിത്യനരകത്തിലേക്ക് കത്തിയെരിയുന്ന ഗന്ധം കത്തുന്ന തീപ്പൊയിലേക്ക് തള്ളി കളയുന്നത് അത് മൃഗത്തെയും കള്ളപ്രവാചനയുമാണെന്നും അത് ഹർമൂദ യുദ്ധത്തോടുള്ള ബന്ധത്തിലാകുന്നു എന്നുള്ളതും നാം ചിന്തിച്ചിരുന്നു. പിന്നീട് കല്യാണ സദ്യയിൽ കല്യാണ വസ്ത്രം ധരിക്കാത്ത കൊള്ളരാത്ത ദാസന്മാരെയാണ് പിടിച്ചു കിട്ടി ഏറ്റവും പുറത്തുള്ള ഇഴലിലേക്ക് തള്ളിക്കളയുന്നത്. കല്യാണ സദ്യ ഭൂമി വെച്ചാൽ നടക്കുന്നതിൻ്റെ തെളിവാണത്. അത് സ്വർഗാസ്വർഗത്തിൽ ദുഷ്ടനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അവൻ സ്വർഗം കണ്ടു. ദുഷ്ടൻ ഒരു നാളും സ്വർഗത്തിൽ പോകത്തില്ല. എല്ലാവരും വിചാരിക്കുന്ന അവിടെ വെച്ച് ന്യായം വിധിക്കുന്ന ഇല്ല. ഒരു നാളും പിശാചിനോ അവൻ്റെ ദൂതന്മാർക്കോ അവൻ്റെ ഭൂതാത്മാക്കൾക്കോ ദുഷ്ടന്മാരെ ഒരൊറ്റ മനുഷ്യന് പോലും സ്വർഗാസ്വർഗത്തിൽ എത്താൻ പറ്റത്തില്ല. അവിടെയല്ല ന്യായവിധി നടക്കുന്നത്. അപ്പോൾ കല്യാണ സദ്യയിൽ നിന്ന് കല്യാണ വസ്തു ധരിക്കാത്തവരെയും കൊള്ളരാത്തവരെയും പിടിച്ചിട്ട് ഇടലിലേക്ക് തള്ളിക്കളയുക, നിത്യനരക തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ കല്യാണ സദ്യ നടക്കുന്ന ഭൂമിയിലാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം മൃഗത്തെയും കള്ളപ്രവാചനെ പിടിച്ചു കെട്ടി അവനെ നിത്യനരകത്തിലേക്ക് കളയുന്നത് ഭൂമി വെച്ച് നടക്കുന്ന ഹർമൂദ യുദ്ധത്തിലാണ്. അതുകൊണ്ട് കല്യാണ സദ്യയിൽ നിന്ന് അന്ന് കല്യാണ വസ്തു ധരിക്കാത്ത കൊള്ളരാത്ത ദാസന്മാരെ പിടിച്ചു കെട്ടി നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ അത് ഭൂമി വെച്ചാണ് നടക്കുന്നുള്ളതിൻ്റെ വളരെ വ്യക്തതയാണ് ലഭിക്കുന്നത്. പക്ഷേ എങ്കിലും
ഇത് വളരെ വ്യക്തമായി എത്ര പ്രാവശ്യം പഠിപ്പിച്ചാലും ചിന്തിച്ചാലും പിന്നെയും ചിലർക്കൊന്നും വിട്ടുകളയാൻ കഴിയത്തില്ല. അതവരുടെ പാരമ്പര്യമായി അവരതിനെ പിടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ ഉള്ളവരോടും വചനം പഠിക്കുമ്പോൾ നിഷ്പക്ഷമായ മനസ്സാക്ഷിയോടെ പഠിക്കണം. ആര് പഠിപ്പിക്കുന്നുള്ളതല്ല. അതിൽ എത്ര ഉന്നതന്മാരോ ചെറിയവരോ വലിയവരോ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥമല്ല കാര്യം ഇരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ സഹിക്കുന്ന കാര്യം, ഉന്നതന്മാരായിട്ടുള്ളവർ ചെറിയ കാര്യം പറഞ്ഞാലും വലിയ കാര്യമാണ് എല്ലാവർക്കും. പക്ഷേ ചെറിയൊരാൾ വലിയ കാര്യം പറഞ്ഞാൽ അത് തുച്ഛീകരിക്കപ്പെട്ടു പോകും. അതേപോലെ എളിയവൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഷെയർ ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യുവാനും അതിനെ കൊണ്ടു നടക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്, ആത്മീയഗോളത്തിലുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സത്യത്തെ അറിയപ്പെടാത്ത ഒരാൾ വെളിപ്പെടുത്തിയാൽ അതിന് വേണ്ട വില കിട്ടത്തില്ല. പക്ഷെ എന്നതുകൊണ്ട് സത്യമോ അതിൻ്റെ വിലയോ ഇല്ലാതായിത്തീരുന്നില്ല. നമ്മുടെ കഥാലോകത്തിൽ വന്നപ്പോഴും അവനെ അംഗീകരിപ്പാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞത് മുഴുവനും സത്യമായിരുന്നു. അവൻ തിരസ്കരിക്കപ്പെട്ടു. പക്ഷെ അവൻ പറഞ്ഞ സത്യം ഒരിക്കലും മാറിപ്പോയില്ല. ആകാശം പോയി മാറിപ്പോയാലും ദൈവത്തിന് വായന വചനം മാറിപ്പോകത്തില്ല. അപ്പം ഇവിടെ കല്യാണ സദ്യ ഭൂമിയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ നൂറ് നമുക്ക് വ്യക്തമായ തെളിവുകൾ, ഞാൻ 100 തെളിവൊന്നും കാണിക്കാൻ പറ്റത്തില്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എടുത്ത് കാണിക്കാൻ സാധിക്കും. 2-3 തെളിവൊക്കെ വെച്ച് കല്യാണ സദ്യ ഭൂമിയിൽ നടക്കുന്നുള്ള തെളിവ് നമുക്ക് കാണിക്കാൻ സാധ്യമില്ല. 100 തെളിവൊന്നും എടുത്ത് പറ്റത്തില്ല. ഇതിനകത്തുള്ളത് വെളിപ്പെടുത്തി നമുക്ക് അങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കും. പിന്നെ കർത്താവ് മഹത്വ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നടക്കുന്ന ന്യായവിധിയിൽ ഇടതുവശത്ത് നിൽക്കുന്നവരെയും നിത്യനരകത്തിലേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് 1000 ആണ്ട് വാഴ്ച വസിക്കുന്നത്. എല്ലാ പതിരും മാറ്റിയിട്ട് ദൈവം 1000 ആണ്ട് വാഴ്ച അവിടെ ആരംഭിക്കും. സഹസ്രാബ്ദ വാഴ്ച പൂർത്തിയെണ്ണത്തോടെ കൂടാരപ്പെരുന്നാൾ അവസാനിക്കുകയും കള്ളനെ പോലെ ഒടുക്കത്തെ നാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ മുമ്പായിട്ട് 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താൻ അഴിച്ചുവിടുന്നതിനെക്കുറിച്ച് നമുക്കറിയാമായിരുന്നു. അന്ന് നടക്കുന്ന ഗോഗ് മഗോഗ് യുദ്ധത്തിലാണ് സകല ദുഷ്ടന്മാരെയും വേലായിരിക്കത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സകല മനുഷ്യരെയും പുനരുത്ഥാനം വരുത്തിയിട്ട് അവരെ ഗോഗ് യുദ്ധത്തിലാണ് സകല ദുഷ്ടന്മാരെ വേലായി സാത്താനെ നിത്യ ദണ്ഡനത്തിനായ നരകത്തെ തള്ളിക്കുന്നത്. അപ്പോൾ ഗോഗ് യുദ്ധത്തിൽ ഈ തീ കൊണ്ട് ഇറങ്ങി അവർ മരിക്കുന്നവരുടെ ആത്മാക്കൾ അപ്പോൾ തന്നെ ഇവർ കഠിന ഭാവികളായതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയുള്ള ഭരണത്തിൽ വശീകരിക്കപ്പെട്ടു പോയതുകൊണ്ട് ഇവർക്ക് യാതൊരുവിധമായ കൺസിഡറേഷനോ പരിഗണനയോ കിട്ടത്തില്ല. ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ഇവർ ചാടിപ്പോയതായതുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാതെ പോയതായത് അവരെ അവിശ്വാസികൾ എന്ന പട്ടികയിൽപ്പെടുത്തും. അവർ കഠിനമായ ഭാവികളായതുകൊണ്ട് അവർ മരിക്കും. തീ കൊണ്ട് മരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാക്കൾ അപ്പോൾ തന്നെ ദൂതന്മാരെ ബന്ധിച്ചിട്ടിരിക്കുന്ന നരകത്തിലേക്കാണ് അവരുടെ ആത്മാക്കൾ എത്തിച്ചേരുന്നത്. അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്ത് അവിടെ എത്തിയ ശേഷമേ വെളി വരാൻ പറ്റുള്ളൂ. പേര് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കൾ അവിടെ അലഞ്ഞു തിരിയത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി അത് ഒരു നിമിഷമാണോ, ഒരു മണിക്കൂറാണോ, ഒരു ദിവസമാണോ, 1000 വർഷങ്ങളാണോ, എത്ര വർഷങ്ങളാണോ എന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിക്കും അന്ന് ഒരു മരിച്ചല്ലേ ഉടനെ തന്നെ പുതിയ ആകാശ പുതിയ ഭൂമി വരികയില്ല, അതിന് മുമ്പായിട്ട് ഇപ്പം ഇവരെ ഈ മഹത്ത് ഉള്ള സിംഹാസനമായി കൊണ്ടുവന്ന് അവരെ വിസ്തരിച്ച പോലെ അങ്ങനെയല്ല. അവർ മരിക്കുമ്പോൾ തന്നെ ഉടനെ അവരുടെ ആത്മാക്കളെ കൊണ്ടുപോകേണ്ട സ്ഥലമായിരിക്കുന്ന നരകത്തിലേക്ക് അവരുടെ ആത്മാക്കൾ മാറ്റപ്പെടും. പൈശാചിക ത്രിമൂർത്തികളിൽ ഉൾപ്പെടുന്ന മൃഗം, കള്ളപ്രവാചകൻ എന്നിവർ അന്നമേ കിടക്കുന്ന അഗ്നിനരകത്തിൻ്റെ അതികഠിനമായ നിത്യശിക്ഷാവധിയിൽ സാത്താനെ തള്ളിക്കളയുന്നതോടുകൂടി പൈശാചിക ത്രിമൂർത്തികൾ അവർ നിത്യ നരകാഗ്നിയിൽ കിടക്കുന്നു. ഇതാണ് നമ്മളിതുവരെ ചിന്തിച്ചത്. എന്നാൽ തുറന്നു നടക്കുന്ന സംഭവങ്ങൾ, ഈ 3 സംഭവങ്ങൾ കഴിയുന്നതോടുകൂടി ഈ പറയുന്ന ഒടുക്കത്തെ നാളിലെ 3 സംഭവങ്ങൾ സംഭവിക്കുന്നതോടെ കൂടാരപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഒടുക്കത്തെ നാളിലെ അവസാന സംഭവങ്ങളായിരിക്കും 4 സംഭവങ്ങൾ അത് വെളിപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ കർത്താവ് കുഞ്ഞാണ്ട് കല്യാണ സദ്യ കഴിഞ്ഞിട്ട് മഹത്വ സിംഹാസനമായിരുന്ന് കർത്താവ് തൻ്റെ 1000 ആണ്ട് വാഴ്ചയൊക്കെ ശേഷമായി 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് സാത്താനെ അഴിച്ചുവിടുന്നു. നടക്കുന്ന ഗോഗ് യുദ്ധം സാത്താനെ എന്നേക്കുമായി നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നു. പിന്നീട് സംഭവിക്കുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവും അന്ത്യ ന്യായവിധിയുമാണ്. അതിനോടനുബന്ധമായി നടക്കുന്നത് 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും അഴിഞ്ഞു പോവുകയും പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. പുതുവാന ഭൂമിയിൽ സ്ഥാപിതമാക്കപ്പെടുന്ന സമ്പൂർണമായ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം പിതാവാം
ദൈവത്തെ ഫലമേൽപ്പിക്കും. അതിൻ്റെ 4-ാമത്തെ സംഭവം പിന്നെ നടക്കാനുള്ളത്, അഥവാ 7-ാമത്തെ സംഭവം നടക്കുന്നത് ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൻ്റെ പ്രത്യക്ഷതയും മാനവരാശിയുള്ള ബന്ധത്തിലെ നിത്യതയുടെ ആരംഭവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒടുക്കത്തെ നാളിൽ സംഭവിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പഠിച്ചത് ഗോഗുമഹ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ നഗരത്തെയും പാളയത്തെയും വളയുന്നവരെ തീയിറങ്ങി നശിപ്പിച്ച് അവരെ ദഹിപ്പിച്ച് കളഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു. സാത്താനാകുന്ന പൈശാചിക ത്രിമൂർത്തികളിലെ ഒന്നാമനായിരിക്കുന്നവനെ നിത്യനരകത്തിൽ തള്ളിക്കളയുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. 4-ാമത്തെ സമൂഹമായി സംഭവിക്കുന്ന ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനവും അന്ത്യ ന്യായവിധിയുമാകുന്നു. ഇതിൻ്റെ വചന തെളിവിനായി നാം ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. അതേക്കുറിച്ച് നമ്മൾ ഏകദേശം ഒരു ധാരണയൊക്കെ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ആവർത്തിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വലിയ ഒരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അപ്പം ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിന്മേൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, കർത്താവിൻ്റെ വചനമോ മാറുകയില്ലെന്നാണ് പറയുന്നത്. അല്ലേ? ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് എന്തില്ല, മാറ്റമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോയാലും സമുദ്രം ഇവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റമില്ല. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും, ആകാശം ഒന്നാമത്തെ ആകാശം എവിടെയാണോ സാത്താൻ ഉത്ഭവിച്ചത്, തിന്മയുടെ ഉറവിടം ഉത്ഭവിച്ച ഞാൻ ദുഷ്ടന്റെ കൂടാരത്തെ നോക്കും, അത് പിന്നെ കാണുകയില്ല എന്ന് യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ദുഷ്ടന്റെ കൂടാരം, ദുഷ്ടൻ ഉത്ഭവിച്ച ആകാശത്തെയും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകാശം എന്ന് പറഞ്ഞ പർദീസ ദൈവത്തിന് നിർമ്മലമല്ലാത്തതിൻ്റെ കാരണം സാത്താൻ അവിടെ ഉത്ഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ അതും ഭൂമിയിൽ മനുഷ്യനുള്ള ബന്ധത്തിലുള്ള ദുഷ്ടതകളും പ്രവൃത്തികളും ഒക്കെയുള്ള എല്ലാവരും നഷ്ടപ്പെടും, ഇല്ലാതായി മാറ്റണം. അപ്പോൾ ആകാശവും ഭൂമിയും ഓടിപ്പോവുകയും അവരുടെ ഭൂമി ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകാശവും ഭൂമിയും ഓടിപ്പോകുന്നതിന് മുമ്പായി അന്ത്യന്യായവിധിക്കായി വെള്ളസിംഹാസനിരിക്കുന്ന കർത്താവാം ദൈവത്തെയാണ് യോഹന്നാൻ ആത്മവിശുദ്ധിയിൽ ദർശിക്കുന്നത്. ന്യായവിധിയുടെ അധികാരം പിതാവാം ദൈവം പുത്രനാം ദൈവത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആകാശം ഭൂമിയും ഓടിപ്പോകുന്നതിന് മുമ്പായി ആകാശത്തിൽ ഉള്ള ദൂതന്മാരുണ്ട്, ദൈവത്തെ അനുസരിക്കുന്ന ദൂതന്മാരുണ്ട്. അവർ എത്രയുണ്ടോ അത്രയും ആൾക്കാരെ ദൈവം ഈ വെള്ള സിംഹാസനം മുമ്പാകെ നിർത്തും. കാരണം അവരാണ് അവിടെ നിൽക്കണം. അവിടെ വെള്ള സിംഹാസനം ഇവര് പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. അപ്പോൾ ആകാശം ഭൂമിയും കത്തി ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഓടിപ്പോകുന്നത്. ആകാശം ഭൂമിയും ഇളകി നിൽക്കുന്നതിനെ കുറിച്ചറിയാം. ആകാശം അത് ചുരുട്ടിവെക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പണ്ടിരിക്കുന്ന ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഓടിപ്പോയി, നമ്മുടെ സന്നിധി നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ദൗത്യമെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. ആകാശഭൂമി ഓടിപ്പോകുമ്പോൾ ഭൂമി ഓടിപ്പോകുന്നതിന് മുമ്പായി ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സകല മനുഷ്യരും അവര് സമുദ്രത്തിലേക്കോ പാതാളത്തിലേക്കോ നരകത്തിലേക്കോ മാറ്റപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന സകലജാതികളെ വശീകരിച്ചുള്ളവർ മുഴുവനും തീ കൊണ്ട് ദഹിപ്പിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ നരകത്തിലേക്ക് പോയി. ഇനിയും ബാക്കിയുള്ള എല്ലാ നീതിമാന്മാരാണെങ്കിൽ അന്ന് അവരുടെ ആത്മാക്കളെല്ലാം പ്രവേശിക്കപ്പെടുന്നത് ഈ പറയുന്ന സമുദ്രത്തിലേക്കായിരിക്കും. ഭൂതാത്മാക്കളായിട്ടുള്ള എല്ലാവരും അവരെ പ്രവേശിപ്പിക്കപ്പെടുന്നത് പാതാളത്തിലേക്കായിരിക്കും. എനിക്ക് ഇവിടെ ഒരു സംശയമുള്ളത്, ആകാശത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന് മുമ്പായി ഇവരെ ഈ ആകാശം ഭൂമി ഓടിപ്പോകുമ്പോൾ ഭൂമിയിൽ മരണാനന്തരങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഭൂമിക്ക് ഓടിപ്പോകാം. ഭൂമിയിലുള്ള മരണാനന്തര ഭൂമിക്കീഴുള്ളവരും മാറിപ്പോയി.
അപ്പോൾ ഭൂമിയിലുള്ള ഭൂമിയുടെ അധോഭാഗത്തുള്ള മരണാന്തരങ്ങളാണ് പാതാളവും നരകവും. സമുദ്രവും പാതാളം നരകം. അപ്പൊ ഇവ ഓടിപ്പോകുന്നതിന് മുമ്പ് ഇവയിൽ ഉള്ള ആത്മാക്കളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവ ഓടിപ്പോകുന്നത്. അതേക്കുറിച്ചാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനം മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം വന്ന് മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയതിന് അത് സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനൊരു പ്രവർത്തകർക്ക് വിധിയുണ്ടായി. മണ്ണത്തെയും പാതാള തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ് രണ്ടാമത്തെ മരണം. ഈ പുസ്തകത്തിൽ പേര് എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അപ്പോൾ ആകാശഭൂമി ഒഴിഞ്ഞു പോകുന്നത്, കത്തി അഴിയപ്പെടുന്നത് ഈ പറയുന്ന ഒടുക്കത്തെ നാളിലെ അന്ത്യന്യായവിധി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവ ഓടിപ്പോയി ഇല്ലാതായി തീർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കത് വിശദമായി ചിന്തിക്കാം. ഈ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ ആകാശത്തിലുള്ള അവര് ദൂതന്മാരായതുകൊണ്ട്, അതുപോലെ തന്നെ പാതാളവും നരകവും ത്തിലുള്ള ദുഷ്ട ആത്മാക്കളുടെ ദൂത അവിടെയുണ്ട്. സമുദ്രത്തിൽ നീതിമാന്മാരുടെ ആത്മാക്കളുമുണ്ട്. ദൂരേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാ ഓടിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ പുതിയ ആകാശ പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുവാൻ വേണ്ടിയാണ്. ഇപ്പൊ ഓടിപ്പോകുമ്പോൾ ഇവരെ ന്യായവിധി കഴിഞ്ഞിട്ട് അവരെ പ്രവേശിപ്പിക്കേണ്ടവരെ പ്രവേശിപ്പിക്കണം. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് നീതിമാന്മാരെയും ഒന്നാം ആകാശത്തിലുള്ള ദൂതന്മാരെയും നീതിമാന്മാരയക്കുന്ന നിത്യയോഗ്യതയുള്ളവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയും ഈ പറയുന്ന പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കണം. എന്നാൽ ദുഷ്ടന്മാരായിട്ടുള്ളവരെ ഒരുക്കിയിരിക്കുന്ന നിത്യതല്ലികളെ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുണ്ട്. എന്നാൽ നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമി ഒരുക്കപ്പെട്ട് അത് വെളിപ്പെട്ട് വേണം. അതിനുവേണ്ടിയാണ് ഇത് ഓടിപ്പോകുന്നത്. അപ്പോൾ ഓടിപ്പോയി വെള്ളസിംഹാസനത്തിന് മുമ്പാകെ ഇവിടെ നിൽക്കുമ്പോൾ ആകാശം കണ്ടില്ല. ഓടിപ്പോയി മരിച്ചവർ ആബാലവൃന്ദം സിംഹാസനം മുമ്പാകെ നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ഇത് ഓടിപ്പോകുന്നതിന് മുമ്പായിട്ട് ഇവരെല്ലാം വെള്ളസിംഹാസം ഏൽപ്പിച്ചിട്ട് വേണം ആകാശം ഭൂമി ഓടിപ്പോകാനായിട്ട്. അപ്പൊ ആകാശത്തിലുണ്ടായിരുന്ന ദൂതന്മാരെ വെള്ളസിംഹാസം മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഭൂമിക്ക് കീഴുണ്ടായിരുന്ന പാതാള നരകത്തിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവര് ഈ ആകാശഭൂമിയും വളരെ വിദൂരത്തിലേക്ക് ഓടിപ്പോകുന്ന കത്തി കഴിയപ്പെടുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ, ഇത് ഭൂമി ഓടിപ്പോയിട്ട് അവിടുന്നാണോ ഇവരിവിടെ കൊണ്ടുവരുന്നത്, എനിക്കതിൻ്റെ വ്യക്തത ഇല്ല. എന്നാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഇത്രയും മനസ്സിലാക്കിയിരിക്കുന്നത്, ആകാശം ഭൂമി ഓടിപ്പോകുമ്പോൾ, അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും നരകവും പാതാളവും ഭൂമിക്കകത്തുണ്ട്. ഇത് ഓടിപ്പോകുമ്പോൾ ഈ ആത്മാക്കളെ കൊണ്ടാണോ ഓടിപ്പോകുന്നത്, അതോ അവിടെ പുനരുത്ഥാനം കഴിഞ്ഞിട്ടാണോ അവർ വെളി കൊണ്ടുവരുന്നുള്ളതിൻ്റെ വ്യക്തത ഇവിടെ ഇല്ല. എങ്കിലും നമുക്കിത് ഈ എഴുതിയിരിക്കുന്നതനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത് ഓടിപ്പോയ ശേഷമായിട്ട് പിന്നീടാണ് അവിടെ നിന്നാണ് ഇവിടെ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ശരീരം കിടക്കുന്നത് ഭൂമിയിലാണ്. അപ്പോൾ ഇവര് ഈ ആകാശം ഓടിപ്പോകുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം കഴിഞ്ഞിട്ടാണ് ആകാശം ഭൂമി ഓടിപ്പോകുന്നുള്ളതാണിക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി അതല്ല, അവിടെ ഓടിപ്പോയാലും ഇവര് പുനരുത്ഥാനം പ്രാപിച്ചിട്ട് വെള്ളസിംഹാസനത്തെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഇത് രണ്ട് ചിന്തകളുണ്ട്. ഒന്നാമത്തെ ചിന്ത, ആകാശം ഭൂമിയും ഓടിപ്പോകുമ്പോൾ ഈ പറയുന്ന മരിച്ചുപോയ സകല മനുഷ്യരുടെയും ശരീരങ്ങൾ കിടക്കുന്നതും, അതുപോലെ തന്നെ ആത്മാക്കൾ ആയിരിക്കുന്ന മേഖലകളുണ്ട്. നരകമുണ്ട്, പാതാളമുണ്ട്. അപ്പോൾ അവരുടെ പുനരുത്ഥാനം നടന്നിട്ട് അവരെ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ വെള്ളസിംഹാസനം മുമ്പാകെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ ദൂതന്മാരായിട്ടുള്ള നല്ലവരായിരിക്കുന്നവരെയും ഇവിടെ എത്തിക്കണം. ഭൂതാത്മാക്കളായിട്ടുള്ളവരെയും അവരും പുനരുത്ഥാനം പ്രാപിച്ച് അവരും വെളിപ്പെട്ട് വരണം. ഇതാകണം ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത്, ഈ പറയുന്ന ആകാശം ഭൂമിയും ഓടിപ്പോകുന്നതിന് മുമ്പായിട്ട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം നടന്ന് അവരെ ഏൽപ്പിക്കുന്നു. അവർ ഓടിപ്പോകുന്നു എന്നുള്ളത്. ഒന്നെങ്കിൽ ഓടിപ്പോയി അവിടുന്ന് വിദൂരതയിൽ നിന്ന് ഇവിടെ പുനരുത്ഥാനം നടന്ന് വെള്ളസിംഹാസനം മുമ്പാകെ വരണം. അല്ലെങ്കിൽ ഓടിപ്പോകുന്നതിന് മുമ്പായിട്ട് ഇവരുടെ ശരീരങ്ങൾ പുനരുത്ഥാനം പ്രാപിച്ച് വെള്ളസിംഹാസനത്തിൽ കൊടുത്തിട്ട്, ഏതായാലും
ആകാശം ഭൂമിയിൽ ഉള്ള സകല ആൾക്കാരും അവരുടെ ആത്മാക്കൾ കത്തിയെഴുപ്പെടുന്നതിന് മുമ്പായി വെള്ള സിംഹാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് തുടർവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് നമ്മൾ ഒന്നുകൂടി ആധികാരികത മനസ്സിലാക്കാൻ വേണ്ടി യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ഇവര് എഴുന്നേൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനം കൂടി വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച 2 ചിന്താഗതികളിൽ നിന്ന് ഏത് ചിന്താഗതികൾക്കാണ് അതിന്റെ കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നുള്ളത് നമുക്കതിന്റെ കുറച്ചുകൂടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ രണ്ട് സാധ്യതകളുണ്ട്. അതിൽ ഈ 14-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശം ഇല്ലാതാകും വരെ അവർ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 14-ാം അധ്യായം 12-ാം വാക്യം, മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശം ഇല്ലാതാകും വരെ അവർ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നുമില്ല. ഇവിടെ ഇത് വായിക്കുമ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സകല മനുഷ്യൻ എന്ന് ചിന്തിക്കരുത്. സകല മനുഷ്യൻ ഇവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ ആകാശം ഇല്ലാതാകും വരെ ഉണരാത്ത എഴുന്നേൽക്കാത്ത ഒരു കൂട്ടരുണ്ട്. അതാണ് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആകാശം മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. നമ്മളൊക്കെ ദൈവയാൽ കിടന്നിട്ട് നാളെ എഴുന്നേൽക്കാനുള്ള പ്രത്യാശയോടെ കിടക്കുന്നത്. എന്നാൽ നമ്മുടെ കിടപ്പൊക്കെ നമുക്കറിയാം, ലോകത്തിൽ ജനിച്ച എല്ലാ മനുഷ്യനും കിടന്നിട്ട് എഴുന്നേറ്റു. ഒരുപക്ഷെ ശിശുവായിട്ട് 1 ദിവസം, 2 ദിവസം, 1 മാസം, 2 മാസം, അങ്ങനെ എത്രയോ മരണങ്ങളാണെന്നുണ്ട്. കിടന്നിട്ട് അടുത്ത ദിവസം രാവിലെ ലോകത്തെ കാണത്തിലായിരിക്കാം. അപ്പോൾ എല്ലാ ദിവസവും കിടക്കുന്നു, രാവിലെ അല്ലെങ്കിൽ എപ്പോഴാണോ കിടന്നിട്ട് നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മരണത്തെ കാണിക്കുന്നത്. മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. സങ്കീർത്തനം 41-8 കൂടെ വായിക്കുമ്പോൾ നമുക്ക് മരണക്കിടക്കയെ കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 41-8 സങ്കീർത്തനം 41-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ ഇത്രയും ദീർഘമായി പോകണമെന്ന് ആഗ്രഹിച്ചില്ല, വേഗത്തിൽ ക്ലാസ് തീർക്കണമെന്ന്. പക്ഷേ ഈ വചനങ്ങളൊക്കെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. ക്ലാസ് ഇച്ചിരി നീണ്ടാലും കുഴപ്പമില്ല, പഠിക്കുന്നത് വേണ്ട രീതിയിൽ പഠിച്ചു പോകാൻ കർത്താവ് നമ്മെ സഹായിക്കും. 41-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ഒരു ദുർവ്യാധി അവൻ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ ഇവൻ ഈ കിടപ്പോടുകൂടി മരിച്ചു പോകും, ഇവൻ എഴുന്നേൽക്കില്ല. അതിനെ പറയുന്നത് ഒരു ദുർവ്യാധി അവൻ പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി, ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ. ഇനി അവൻ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ രോഗം പിടിച്ചാലും നമ്മൾ എഴുന്നേൽക്കും അല്ലേ? എന്നാൽ ഒരു ദിവസം കിടന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് കിടന്നിട്ട് എഴുന്നേൽക്കാതെ ഉറക്കത്തിലേക്ക് പോകുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. പറഞ്ഞാൽ അത് കിടക്കാൻ കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ വയ്യാത്തവരോട് നിത്യമായി കിടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവര് ഒരു ദിവസം കിടന്നതാ, ആ കിടന്ന കിടപ്പ് മരണക്കിടക്കായി മാറി. അതിപ്പോൾ ചിലർ കിടക്കുന്നത് 1 മണിക്കൂറായിരിക്കും, ചില കിടക്കുന്ന 24, ചിലർ കിടക്കുന്നത് വർഷങ്ങൾ കിടക്കുന്നവരുണ്ട്, മണ്ണക്കിടക്കെ കിടക്കുന്നവർ, എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ കിടന്നിട്ട് ഒരിക്കലും എഴുന്നേൽക്കാതെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കിടക്കുന്നവർ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എല്ലാവരും രക്ഷ, എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനും നിങ്ങളും ഈ കർത്താവിൻ്റെ മണവാട്ടി സഭയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ, നമ്മൾ മരിക്കുകയാണെങ്കിൽ പത്രോസ്, പൗലോസ്, യോഹന്നാൻ അവരൊക്കെ കിടന്നവർ മരിച്ചിട്ട് അവര് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിലാണ്. അവരുടെ ശരീരം ഉറങ്ങിക്കിടക്കുകയാണ്. ആത്മാവ് സജീവമായി 3-ാമത്തെ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ജീവനും ആത്മാവ് സജീവമാണ്. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ട ആത്മാവ് ഇല്ലാത്ത ശരീരം മണ്ണോട് ചേർന്ന് പോയി. അങ്ങനെ ആ ശരീരം കിടന്നിട്ട് എഴുന്നേൽക്കാതെ കിടക്കുന്ന ശരീരങ്ങളുണ്ട്. അതുപോലെ മരണം കാണാതെ കാത്തിരിക്കുന്ന നമ്മെപ്പോലുള്ള ഒരു ജീവിതത്തിൽ നമ്മളുണ്ട്. കർത്താവ് വരികയാണെങ്കിൽ കിടന്നിട്ട് എഴുന്നേൽക്കാതെ കിടക്കുന്ന വിശുദ്ധന്മാർ കർത്താവിൻ്റെ കാഹളം ശബ്ദം കേൾക്കുമ്പോൾ അവർ പുതിയ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് എഴുന്നേറ്റ് വരുവാനിടയായിത്തീരും. അന്ന് ജീവനോടിരിക്കുന്ന നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുവാനും ഇടയായിത്തീരും. എന്നാൽ ഒരു മനുഷ്യനെ അവനെ മരണത്തോടുള്ള ബന്ധത്തിൽ അവനെ ഏൽപ്പിക്കുമ്പോൾ
ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തി ഉയർക്കുന്നു ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാത്ത വണ്ണമല്ല. എന്ന് പറഞ്ഞാൽ അവനെ പോകുകയല്ല ഇവിടുന്ന് ചെയ്യുന്നത്. ബലഹീനതയാകുന്ന ശാരീരിക മരണം മുഖാന്തരം ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് ബലഹീനതയിലാണ് വിതയ്ക്കപ്പെടുന്നത്. എന്നാൽ ശക്തിയിൽ ഉയർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ. രാത്രിയിൽ നമ്മുടെ ശരീരം ഒരു ദിവസം ഒന്നെങ്കിൽ അത് രൂപാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സദൃശമായി തീരേണ്ടവരാണ്, അതല്ലെങ്കിൽ മണ്ണോട് ചേർന്നാൽ അവൻ്റെ ശ്വാസം നമ്മുടെ മേൽ തട്ടുമ്പോൾ നാം ഉണർന്നെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് വരെ മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശം ഇല്ലാതാകും വരെ അവർ ഉണരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാണോ ആകാശവും ഭൂമി കത്തി അഴിയപ്പെടുന്നത് അന്ന് വരെ അവർ എഴുന്നേൽക്കുന്നതിൻ്റെ അർത്ഥം ഒടുക്കത്തെ നാളിലാണ് ഈ പറയുന്ന മരിച്ചുപോയവരിൽ സ്വർഗീയ തേജസ് പ്രാപിക്കാനില്ലാത്ത സകലരും പുനരുത്ഥാനം പ്രാപിക്കുന്നത് ഒടുക്കത്തെ നാളിലാകുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ പറഞ്ഞിരിക്കുന്ന വചനം എന്നാണ് നിവൃത്തീകരിക്കുന്നത്? മനുഷ്യൻ കിടന്നിട്ട് ഉണരുന്നില്ല, എഴുന്നേൽക്കുന്നില്ല, ആകാശമില്ലാതാകും വരെ അവർ ഉണരുന്നില്ല. സ്വർഗീയ തേജസ് പ്രാപിക്കാത്ത സകല മനുഷ്യരും ഉണർന്നെഴുന്നേൽക്കുന്ന പുനരുത്ഥാനം ഉണ്ടാകുന്നത് അത് ഒടുക്കത്തെ നാളിലാണ്. സ്വർഗീയതേജസ് പ്രാപിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ പുനരുത്ഥാനത്തോടുകൂടി സ്വർഗീയതേജസ്സിന്റെ പിന്നീട് ഉള്ളത് നീതിമാന്മാർക്ക് കിട്ടുന്നത് ഭൗമിക തേജസ്സാണ്. അപ്പം ഞങ്ങൾക്ക് അന്നേരം തന്നെ സംശയം വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നീതിമാന്മാർക്ക് കിട്ടുന്ന തേജസ് അവർക്ക് ലഭിക്കുമല്ലോ, അവരും അന്നല്ലേ എഴുന്നേറ്റ് വരുന്നത്, അവർക്ക് ലഭിക്കുന്ന സ്വർഗീയ തേജസ്സല്ല, സ്വർഗാസ്വർഗത്തിലേക്ക് പോകാനുള്ള തേജസ്സല്ല, ഭൗമിക തേജസ്സാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലത്തിൽ പറയുന്നത് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. എത്ര സങ്കീർണമായിട്ടാണ് ദൈവം എഴുതിയിരിക്കുന്നെങ്കിലും അത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ കെട്ടുകൾ ശരിയായ രീതിയിൽ അഴിയപ്പെടുന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് പ്രാപിക്കുന്നവർ കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് എല്ലാവരും സ്വർഗാസുഖത്തിൽ എത്തിച്ചേരും. കുഞ്ഞാടിൻ്റെ സേനാ ദിവസത്തിൽ അവൻ്റെ രാജകീയ അവനെ അഭിഷേകം ചെയ്യുന്നത്, കുഞ്ഞാടിൻ്റെ വിവാഹം അതിനുശേഷമാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതിനുശേഷം 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഒടുക്കത്തെ നാളിലാണ് മറ്റുള്ളവർ എഴുന്നേറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭൗമിക തേജസ് പ്രാപിക്കാനുള്ളവരും തേജസ് ഇല്ലാത്തവരും എഴുന്നേറ്റ് വരുന്നത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആകാശമില്ലാതാകും വരെ എഴുന്നേൽക്കുന്നില്ല. അപ്പം യോബിന് ഇത്രയും കഷ്ടതയും പ്രയാസമൊക്കെ വന്നപ്പോഴും മനുഷ്യജീവനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും എന്താണ് അവസാനം എന്നൊക്കെ അവൻ പഠിച്ചു. അവനെ ദൈവം മനസ്സിലാക്കി കൊടുത്തു. ചില കഷ്ടതയും പ്രയാസവും ദുഃഖവും കണ്ണുനീരൊക്കെ വരുന്നത് ചിലത് നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ്. ഈ സമയത്ത് യോബിരുന്ന് ചിരണ്ടിക്കൊണ്ട് ജീവിതത്തെ ശപിച്ചെങ്കിലും പിന്നീട് അവൻ്റെ കാഴ്ചപ്പാടുകൾ വർദ്ധിച്ചു. എന്താണ് മനുഷ്യൻ, എന്താണ് എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ വലിയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി യോബിന്റെ പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും തിരുമുഖം നാം കാണണം, അവൻ്റെ ശബ്ദം നാം കേൾക്കണം, സ്വർഗദർശനങ്ങൾ ദർശിക്കണം. അതിനുവേണ്ടിയാ നമുക്കും ചില ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും കിട്ടുതരുന്നത്. യോബ് പറഞ്ഞ കാര്യങ്ങൾ ആകാശമില്ലാതാകും വരെ ഉണരുന്നില്ല, കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. പക്ഷേ യോബിന് മനസ്സിലായി, അങ്ങനെ ഒടുക്കത്തെ നാൾ വരെ ഞാൻ പോകത്തില്ല, അതിന് മുമ്പായി ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നവന് പ്രത്യാശ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലോകാരംഭം മുതൽ ആരൊക്കെ ഈ പറയുന്ന രീതിയിൽ ദുഷ്ടനായി മരിച്ചുപോയ കയ്യിൽ അവൻ കിടന്നിട്ട് അവൻ്റെ ശരീരം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്കത്തുമില്ല. എന്നാ എഴുന്നേൽക്കുന്നത്? അത് എഴുന്നേൽക്കുന്നതിൻ്റെ സമയം എന്നാണെന്ന് ചോദിച്ചാൽ ഒടുക്കത്തെ നാളിലെ കയ്യൻ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുമെന്ന് പറയുമ്പോൾ അന്നത്തെ സകല കഠിനപാപികളും ഭാവികളും നിത്യജീവന് യോഗ്യരായിട്ടുള്ളവരും ഉണർന്നു വരുന്നത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ഒടുക്കത്തെ നാളിലാകുന്നു. അതിൻ്റെ തെളിവാണ് വെളിപ്പാട് പുസ്തകം
സോറി യോബിന്റെ പുസ്തകം 14 അധ്യായം 32 വാക്യം. മറ്റെന്തെങ്കിലും ഒരു വാക്യം കൂടി തെളിവിന് വേണം എന്ന് പറയുമ്പോൾ, ആകാശം ഓടിപ്പോകുമ്പോൾ അതുവരെ അവിടെ ഉണ്ടായിരുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുന്ന വചനത്തോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വെള്ള സിംഹാസനത്തിൽ കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ആകാശവും ഭൂമിയും ഓടിപ്പോകും. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വെള്ള സിംഹാസനത്തിന് മുമ്പാകെ ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, അവൻ പിന്നെ കണ്ടില്ല, മരിച്ചവർ ആഭാരവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. സമുദ്രം ഇപ്പം ഇവിടെ ഈ മനുഷ്യർ ആഭാലവൃന്ദം അവിടെ നിൽക്കുന്നെന്ന് പറയുമ്പോൾ ഇത് ആരാണ് എന്ന് അവിടെ വെളിപ്പെടുത്താതിരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത്, ഒരു വിശദീകരണം കൊടുക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ആഭാലവൃന്ദം ആകാശമില്ലാതെ ആകുമ്പോൾ ഉണരുന്നില്ലാത്തവരെ ഉണർന്നു വരുമ്പോൾ ഇവരൊക്കെയാണ് കാണുന്നത്. ആദ്യം വെള്ളസിംഹാസനം കാണുകയാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാൻ കാണുമ്പോൾ അതിന്റെ മുമ്പിൽ ഈ പറയുന്ന ആഭാലവൃന്ദമായിരിക്കുന്ന സകല മനുഷ്യർ, ശിശുക്കൾ മുതൽ വലിയവർ വരെയുള്ള ആൾക്കാർ പുനരുത്ഥാനം പ്രാപിച്ച് അവിടെ നിൽക്കുകയാണ്. ആഭാലവൃന്ദം എന്ന് പറഞ്ഞാൽ നിത്യജീവന യോഗ്യതയായിട്ടുള്ളവരെല്ലാവരും പുനരുത്ഥാനം പ്രാപിക്കും. അവരെല്ലാവരും ദൂതതുല്യരായിട്ടാണ് എഴുന്നേറ്റ്. ആഭാലവൃന്ദം എന്ന് പറയുമ്പോൾ മരിച്ചുപോയ സകല മനുഷ്യരും ശേഷിച്ചിരിക്കുന്ന എല്ലാവരും പുനരുത്ഥാനം പ്രാപിച്ച് നിൽക്കും. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ പുസ്തകങ്ങൾ തുറക്കുന്നത് കണ്ടു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായെന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ആഭാലവൃന്ദം എവിടുന്നാണ് ഏൽപ്പിച്ചു കൊടുത്തത്, ആരാണ് ഈ പറയുന്ന പുനരുത്ഥാനം സംഭവിച്ച് നിൽക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ. അപ്പൊ ഇവിടെ പറയുകയാണ്, ഭൂമിക്കുള്ളിലുണ്ടായിരുന്ന മരണമാകുന്ന നരകത്തിലുണ്ടായിരുന്നവരെ വെള്ളസിംഹാസനം ഭാഗം ഏൽപ്പിച്ചു കൊടുത്തു, പാതാളത്തിലുള്ളവരെയും ഏൽപ്പിച്ചു കൊടുത്തു, സമുദ്രത്തിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ഈ 3 സ്ഥലത്തുനിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാണ് ആഭാലവൃന്ദം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആകാശം ഭൂമിയും ഓടിപ്പോകുമ്പോൾ അത് ഇല്ലാതാകുന്നതിന് മുമ്പായി, അതില്ലാതാകും വരെ എന്ന് പറഞ്ഞാൽ അത് കത്തി അഴിയപ്പെടുന്നതിന് മുമ്പായി അതിലുള്ളവർ കത്തി അഴിയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. അതിലുള്ള ആത്മാക്കൾക്ക് കത്തി അഴിഞ്ഞപ്പോഴപ്പോൻ സാധിക്കത്തില്ല. അത് നിത്യതയ്ക്കുള്ളതായതുകൊണ്ട് മൂലപദാർത്ഥങ്ങൾ മാത്രമേ കത്തി അഴിയുകയുള്ളൂ. ആകാശത്തിലും ഭൂമിയിലുമുള്ള ജീവനുള്ളതൊന്നും കത്തി അഴിയപ്പെടാൻ കഴിയത്തില്ല. ദൂതന്മാർക്ക് കത്തി അഴിയപ്പെടാൻ കഴിയത്തില്ല, ഭൂതാത്മാക്കൾക്ക് കത്തി അഴിയപ്പെടാൻ കഴിയത്തില്ല, മനുഷ്യാത്മാക്കൾക്ക് കത്തി അഴിയപ്പെടാൻ കഴിയത്തില്ല. അത് നിത്യജീവന യോഗ്യതയുള്ളതാണെങ്കിലും അത് പാതാളത്തിൽ ഉള്ളവരാണെങ്കിലും നരകത്തിലുള്ളവരാണെങ്കിലും ഇവരെ ജീവനുള്ളതൊന്നും കത്തി അഴിയപ്പെടത്തില്ല. ജീവനില്ലാത്ത വസ്തുവകളാണ്, മൂലപദാർത്ഥങ്ങളാണ് മുഴുവനും കൊടുമുഴക്കത്തോടെ കത്തി അഴിഞ്ഞില്ലാതായിത്തീരുന്നത്. അപ്പോൾ അത് കത്തി അഴിയപ്പെടുമ്പോൾ അതിൽ കത്തി അഴിയപ്പെടാതിരിക്കുന്ന സകലരും പുനരുത്ഥാനം പ്രാപിച്ച് ദൈവത്തിന് വെള്ളസിംഹാസനം വരും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് അന്നത്തെ നടക്കുന്ന സംഭവം മനസ്സിലായല്ലോ. ഇനി ആകാശഭൂമി ഓടിപ്പോയാലും അവിടുന്ന് പുനരുത്ഥാനം പ്രാപിച്ച വെള്ളസിംഹാസനത്തിന് ഭാഗം വരാം. അതായത് ഓടിപ്പോകുന്നതിന് മുമ്പായിട്ട് പുനരുത്ഥാനം പ്രാപിച്ചാണ് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും ഏതായാലും ഈ ഭൂമിക്ക് ഉള്ളിലുണ്ടായിരുന്ന പാതാളത്തിൽ നിന്നും നരകത്തിൽ നിന്നുമാണ് ഇവരെ വെളിയിൽ വരുന്നതിൻ്റെ തെളിവ് നമുക്ക് ലഭിക്കുന്നു. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമാണ്. അപ്പോൾ ആകാശത്തു നിന്ന് പുനരുത്ഥാനത്തിൻ്റെ ആവശ്യമില്ല, ദൂതന്മാർക്ക് പുനരുത്ഥാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ ശരീരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതല്ല, അവിടെ തേജസ്സാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പാതാളത്തിൽ ഭൂതാത്മാക്കളെ പ്രവേശിപ്പിക്കുമ്പോൾ ഭൂതാത്മാക്കൾക്ക് പുനരുത്ഥാനത്തിൽ ശരീരമുണ്ട്, അവരുണ്ടാകും. മനുഷ്യനെ പോലെ പുനരുത്ഥാനത്തിൽ അവർ ഉണ്ടാകും, അവർക്ക് ശരീരത്തോടു കൂടിയാണ് എഴുന്നേറ്റ്. എന്നാൽ ദൂതന്മാർക്ക് പുനരുത്ഥാനമില്ല, അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയതേ ഉള്ളൂ. അവർ തേജസ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവരെ നരകമേൽപ്പിച്ചു കൊടുക്കുമ്പോൾ
അവർക്ക് പുനരുത്ഥാനം ഉണ്ടാകുന്ന ഇല്ല. അവർക്ക് ലഭിക്കുന്ന, അവരെ റിലീസ് ചെയ്ത് മുമ്പിൽ കൊണ്ടുവരിക ചെയ്യുന്നത്. എന്നാൽ അവിടെ കിടക്കുന്ന ആത്മാക്കളാകുന്ന മനുഷ്യന്റെ ആത്മാക്കൾക്ക് അവർക്ക് പുനരുത്ഥാനം ഉണ്ടാകും, ശരീരത്തോട് വെളിപ്പെട്ട് വരും. പാതാളത്തിലുള്ള മനുഷ്യ ആത്മാക്കൾ, പാപികളായിട്ടുള്ളവരുടെ പുനരുത്ഥാനം നടക്കുമ്പോൾ അവിടെ ഉള്ള ഭൂതാത്മാക്കളുടെയും പുനരുത്ഥാനം നടന്നവർ വരും. എന്നാൽ ഒന്നാമത്തെ ആകാശത്തിൽ വിശുദ്ധ ദൂതന്മാർ അവർക്ക് ശരീരം നഷ്ടപ്പെടാത്തത് കൊണ്ട് അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, അവരെ വെള്ളസിംഹാസനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുകൂടി ഞാൻ സമ്മറൈസ് ചെയ്ത് ഇവിടെ വേഗത്തിൽ പറയാം. ആകാശഭൂമിയും ഓടിപ്പോയാൽ അതിന് അവിടെ ഉണ്ടായിരുന്ന ജീവനുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് ഒന്നാമത്തെ ആകാശത്തിലുള്ള ശേഷിച്ചിരുന്ന ദൂതന്മാരെല്ലാം വെള്ളസിംഹാസനം മുമ്പാകെ അവരെ ഏൽപ്പിച്ചു കൊടുക്കും, ആകാശം ഏൽപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, സമുദ്രം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുക്കും. ഇവരെയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നിത്യജീവന യോഗ്യതയായിട്ടുള്ള അവരോട് കൂടെ ദൂതതുല്യരായിട്ടാണ് ഈ സമുദ്രത്തിലുള്ള മനുഷ്യർ പുനരുത്ഥാനം പ്രാപിച്ച് അന്ന് ഒന്നാമത്തെ ആകാശം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൂതന്മാരോടൊപ്പം വെള്ളസിംഹാസനം ഭാഗം നിൽക്കുന്നത്. അപ്പോൾ ആകാശഭൂമി ഓടിപ്പോകും. അപ്പൊ ഈ വാസ്തവത്തിൽ വെള്ളസിംഹാസനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെള്ളത്തിന്റെ മീതെ ഇടുന്ന സിംഹാസനം എന്നാണ്. പക്ഷേ അതിനെ വൈറ്റ് ത്രോൺ എന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത്, വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വെള്ളസിംഹാസനം, വൈറ്റ് ത്രോൺ. പക്ഷെ വാസ്തവത്തിൽ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പരിഭാഷ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത് വൈറ്റ് ത്രോൺ എന്നതിനേക്കാൾ വെള്ളത്തിലിടുന്ന വെള്ളത്തിന്മേൽ മീതെ വയ്ക്കുന്ന സിംഹാസനം എന്നാണ്. കാരണം ദൈവത്തിന്റെ സിംഹാസനം വെക്കണമല്ലോ. ആകാശം ഓടിപ്പോയി, ഭൂമി ഓടിപ്പോയി, ഇവിടെ ഉള്ളത് വെള്ളമാവുള്ളത്, സമുദ്രമാവുള്ളത്. അപ്പോൾ വെള്ളത്തിന്മേൽ വയ്ക്കുന്ന സിംഹാസനത്തെയാണ് വെള്ളസിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞാൻ പഠിപ്പിക്കുന്ന എന്തായാലും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതും തറപ്പിച്ചും ഉറപ്പിച്ചും പറയുക. വൈറ്റ് ത്രോൺ എന്നുള്ളത് അത് വളരെ ശക്തമായ രീതിയിൽ കാലങ്ങളായി പഠിപ്പിച്ചു വരുന്നതും എല്ലാ ട്രാൻസ്ലേഷനും അങ്ങനെയായിരിക്കുന്നത്. എന്നാൽ ഇതിന് മറ്റൊരു അർത്ഥതലം കൂടി ഉണ്ടെന്നുള്ളത് എന്ന് ഞാൻ ഈ പുസ്തകത്തിൽ ഉള്ള ബന്ധത്തിൽ പഠിപ്പിക്കുമ്പോൾ വൈറ്റ് ത്രോൺ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മീനിങ് വെള്ളം, അതിന് വെള്ളം എന്നുള്ളതിന് പകരം വെള്ള സിംഹാസനം ആക്കി, വെള്ളത്തിൻ്റെ മീതെയാണ് സിംഹാസനം ഇടുന്നത്. നിങ്ങൾക്കത് മനസ്സിലായോ? ആകാശം ഓടിപ്പോയി, കരയിൽ എവിടെയെങ്കിലും ആ സിംഹാസനം വെച്ചാൽ അത് ഓടിപ്പോകും. യേശുവിൻ്റെ സിംഹാസനം ഓടിപ്പോകുന്നതല്ല. അത് ആകാശത്തല്ല ഇട്ടിരിക്കുന്നത്, ഭൂമിയിലുമല്ല, ആകാശത്തിലുമല്ല. പിന്നെ എവിടെ വെച്ചിരിക്കുന്നത്? വെള്ള സിംഹാസനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മീതെയാണ് ദൈവത്തിന്. അപ്പോൾ അത് അവൻ ജാതികളെ വിധിക്കാൻ പെരുവെള്ളത്തിന് മീതെ ഇരുന്നു എന്നൊക്കെയുള്ള ഭാഗമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിന് തത്തുല്യമായിരിക്കുന്ന വചനങ്ങളോ എടുത്ത് എനിക്ക് തെളിയിക്കാൻ കഴിയത്തില്ല. പക്ഷേ വെള്ളസിംഹാസനം എന്ന് പറയുമ്പോൾ ഒക്കെ ഇനി വെള്ളത്തിൻ്റെ മീതെ ഇടുന്ന സിംഹാസനത്തെ വെള്ളസിംഹാസനമൊന്നും അല്ല, അതിനെ വൈറ്റ് ത്രോൺ എന്ന രീതിയിൽ നീതി വെളിപ്പെടുത്തുന്നതായതുകൊണ്ട് അതിനെ വെള്ള എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല. രണ്ടും ഞാൻ വ്യാഖ്യാനാർത്ഥത്തിൽ ഒന്നായിട്ട് കണക്കാക്കിക്കൊണ്ട് പറയുന്നു. ഇതിട്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മീതെയാണ് നീതി വെളിപ്പെടുത്തേണ്ടതായതുകൊണ്ട് ഇതിലൊട്ടുമില്ലാത്തതായതിനെ വൈറ്റ് ത്രോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും, സകല സൃഷ്ടികളുടെയും പ്രവൃത്തികളെ വെള്ള പോലെ ദൈവം വെളിപ്പെടുത്തി ഇരുളെന്താണ് വെളിച്ചമെന്താണ് വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത് വെള്ളസിംഹാസനം വെള്ളത്തിൻ്റെ മീതെയാണ്. വെള്ളസിംഹാസനം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ നീതി, അത് വെളിച്ചം, പകൽ പോലെ വെളിച്ചമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ വെള്ള എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ട് രീതിയിൽ അതിനെ നമുക്ക് പറയാം. ഒന്ന്, വെള്ളത്തിന് മീതെ സിംഹാസനം ഇട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ വെളിച്ചമായതുകൊണ്ട് പകൽ പോലെ വെളിപ്പെടുന്നത് കൊണ്ടാണ് അതിനെ വെള്ളസിംഹാസനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരുള്ള എഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതേക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തത മനസ്സിലാക്കിയിട്ടുണ്ട്. 3 സ്ഥലത്തു നിന്നാണ് ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്: സമുദ്രം, പാതാളം, നരകം. ഇവരെ 3 കൂട്ടരെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇവരിൽ നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നത് ആരെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും.
ഇനി ആരാണ് ഈ അന്ന് ന്യായവിധി നടത്തുന്നത് എന്നതിനെക്കുറിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനം അതിൽ ഒരുത്തിരിക്കുന്നത് കണ്ടു. മനസ്സിലായി, ഭൂമി ആകാശം കൂടിപ്പോയി. അപ്പോൾ വലിയൊരു വെള്ള സിംഹാസനം അതിൽ ഒരുത്തിനിരിക്കുന്നത് കണ്ടെന്ന് പറയുമ്പോൾ അതിലിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ മണവാട്ടി സഭ എവിടെ, സ്വർഗീയദേശ പ്രാപിച്ച വിശുദ്ധന്മാർ എവിടെ എന്നുള്ള ചോദ്യമുണ്ടാകാം. കർത്താവിൻ്റെ കൂടെയുണ്ട്. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതാണ് മണവാട്ടി. അവനോടുകൂടെ നമ്മളും മഹത്വ സിംഹാസനത്തിൽ കർത്താവിൻ്റെ ന്യായവിധിയിൽ അവനോടുകൂടിയാണ് ന്യായം വിധിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുന്നത് 12 അപ്പോസ്തലന്മാരോട് ബന്ധത്തിലാണെങ്കിൽ, ജാതികളെ ന്യായം വിധിക്കുന്നത് ജാതികളുടെ അപ്പോസ്തലർ 12 പേര്, അങ്ങനെ 24 മൂപ്പന്മാരടങ്ങുന്ന മണവാട്ടി സഭയാണ് അന്ന് ലോകത്തെ വിധിക്കുന്നത്, ഇസ്രായേലിനെ വിധിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒടുക്കത്തെ നാളിലും ന്യായവിധിയുടെ അധികാരം മുഴുവനും പിതാവാം ദൈവം തൻ്റെ പുത്രന് കൊടുത്തിരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. യോഹന്നാൻ 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഈ പുത്രന് കൊടുത്തിരിക്കുന്നതെല്ലാം എനിക്കുള്ളതാണെന്ന് നിരാർത്ഥവർക്ക് പറയാൻ സാധിക്കും. കാരണം അവൻ നമുക്ക് വേണ്ടി അവനെ തന്നതുകൊണ്ട് നാം അവനുള്ളവരാണെങ്കിൽ അവനുള്ളതെല്ലാം നമുക്കുള്ളതാണ്, ക്രിസ്തുവുള്ളവർക്ക് ഉള്ളതാണ്. ഇനി അതിന് തെളിവായിട്ട് ഞാൻ 1 കൊരിന്ത്യർ ലേഖനം 6-ാം 2-3 വാക്യങ്ങൾ പല സമയങ്ങളിൽ വായിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുള്ള ബന്ധത്തിലും ഒന്നുകൂടെ വായിക്കാം. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ അയോഗ്യർ. നാം ദൂതന്മാരെ വിധിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്പോൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ നടക്കുന്ന മഹത്വ സിംഹാസനമുള്ള ന്യായവിധിയിൽ അന്ന് ജീവനോടെ ലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന സകല മനുഷ്യരുമാണ് വിധിക്കപ്പെടുന്നത്. അതാണ് മഹത്വ സിംഹാസനമുള്ള മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ള ന്യായവിധി. അന്ന് ജീവനോടിരിക്കുന്ന മനുഷ്യരുടെ ന്യായവിധിയാണ്. അതാണ് ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ചപ്പോൾ അവർക്ക് ശരിയായ രീതി മനസ്സിലായില്ല. അതുകൊണ്ടാണ് ജീവികളെ മരിച്ചതെന്ന് വയ്ക്കുന്നത്. എന്നാൽ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ജീവനോടിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഉള്ളവെന്നാണ് എൻ്റെ അർത്ഥം. ജീവനോടിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ കർത്താവായ യേശുവിന് അധികാരമുള്ളത്. അപ്പൊ ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിധി നടത്തുന്നതാണ്. ജീവികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ എന്താണെന്നുള്ളതിൻ്റെ വ്യക്തത ട്രാൻസ്ലേഷനിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വന്നുകൊണ്ടാണ് ജീവികൾക്കും മരിച്ചവർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജീവനോടിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അധികാരം കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അത് നമ്മൾ മധ്യസമാസമുള്ള ന്യായവിധിയെ നമ്മൾ മനസ്സിലാക്കി. അന്ന് ന്യായവിധിക്കപ്പെടുന്നത് ഭൂതാത്മാക്കൾ വിധിക്കപ്പെടുന്നില്ല. അന്ന് ഈ പറയുന്ന സാത്താൻ നരകത്തിലേക്ക് വിധിക്കപ്പെട്ട് അയക്കപ്പെടുന്നില്ല. അന്ന് ദുഷ്ടദൂതന്മാർ വിധിക്കപ്പെടുന്നില്ല. അന്ന് വിധിക്കപ്പെടുന്നത് ലോകത്തെയാണ് നീതിയിൽ ന്യായം വിധിക്കുന്നത്. ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കും. അന്നത്തെ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കും. അതാണ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ദിവസം ദൈവം കൽപ്പിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലർ പ്രവർത്തിപ്പാക്കി. ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഒന്നാക്കി ആരും കുടിക്കരുത്. അത് അപകടം ചെയ്യും. പ്രഷറിരിക്കുന്നതും ഷുഗറിരിക്കുന്നതും ഒക്കെ മരുന്നെല്ലാം വേണ്ടിയതാണ്. പക്ഷെ മരുന്നെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരുമിച്ച് കുപ്പിയിരിക്കുന്ന എല്ലാം കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ദോഷമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കേണ്ടതും ന്യായവിധിയോടുള്ള ബന്ധത്തിൽ നടക്കുന്നു, അന്ത്യന്യായവിധിയോടുള്ള ബന്ധത്തിലുള്ളതാണ്. അപ്പൊ മഹത്വ സിംഹാസനം മുമ്പാകെയുള്ള ന്യായവിധിയുണ്ട്, വെള്ള സിംഹാസനം മുമ്പാകെ ന്യായവിധിയുണ്ട്. ഈ 2 ന്യായവിധിയിലും യേശുവിനോട് കൂടെ അവൻ്റെ മണവാട്ടി സഭ ചേർന്നിരിക്കും. അതാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നുള്ളത് മഹത്വ പ്രത്യക്ഷതയിൽ നടക്കുന്ന 1000 ആണ്ട് വാഴ്ച മുമ്പ് നടക്കുന്ന സംഭവമാണെങ്കിൽ, നാം ദൂതന്മാരെ വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒടുക്കത്തെ നാളിൽ നടക്കുന്ന അന്ത്യന്യായവിധിയിൽ മരിച്ചുപോയ സകല മനുഷ്യരുടെയും അന്ത്യന്യായവിധി നടക്കുന്നത്. അപ്പം ജീവനോടിരിക്കുന്നവരുടെ അന്ത്യന്യായവിധിയും മരിച്ചവരുടെ അന്ത്യന്യായവിധിയും
ജീവനോടിരിക്കുന്നതിന് അന്തിനായി ഇത് നടക്കുന്നതെന്നാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്കും മനുഷ്യത്വം വെളിപ്പെടുന്ന നാളിലാണ് ജീവനോടിരിക്കുന്നവർ അന്ത്യം. അന്ന് ആദ്യമായി ജീവനോടെ നിത്യനെ തള്ളപ്പെടുന്നത് ഏത് ക്രിസ്തുവും ആകുന്ന മൃഗവും കള്ളപ്രവാചകനുമാണ്. അതിനുശേഷം അവിടുന്ന് അന്ന് തള്ളിക്കളയുന്നതിന് മുഴുവൻ ജീവനോടെയാണ് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്. അതാണ് അന്ന് നടക്കുന്ന ലോകത്തിന്റെ ന്യായവിധി. എന്നാൽ ഒടുക്കത്തെ നാളിൽ നടക്കുന്ന അന്ത്യന്യായവിധിയിൽ ജീവനോടിരിക്കുന്ന ഒരൊറ്റ മനുഷ്യനെയുമല്ല ദൈവം നേരിട്ട് ന്യായം വിധിക്കുന്നത്. അന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്നവരെ മാത്രമാണ്. അതിന് മുമ്പായിട്ട് അവർ തീ കൊണ്ട് മരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ലോകത്തുനിന്ന് അവർ മാറ്റപ്പെടുകയോ ചെയ്യും. അവരെ മാറ്റുന്നത് സമുദ്രത്തിലേക്ക് പോകേണ്ട ആത്മാക്കൾ സമുദ്രത്തിലേക്കും അവിടെ ശരീരം അവിടെ ഭൂമിയിൽ ചേർക്കപ്പെടും. അതുപോലെ ദൂതന്മാർ അവർക്ക് പുനരുത്ഥാനമില്ലാത്തതുകൊണ്ട് അവരെ ആകാശം ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. ദുഷ്ടത ചെയ്ത ദൂതന്മാരെ നരകം ഏൽപ്പിച്ചു കൊടുക്കുകയുള്ളൂ. മനുഷ്യനും ഭൂതാത്മാക്കൾക്കും പുനരുത്ഥാനമുണ്ട്, ശരീരം പ്രാപിക്കണം. അപ്പോൾ അതുകൊണ്ട് ഭൂതാത്മാക്കൾക്ക് ശരീരമുണ്ട്. അവർ വെള്ളപ്പൊക്കത്തിൽ, നോഹയുടെ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് മരിച്ചുപോയ അമാനുഷികരുടെ ആത്മാക്കളാണ്. അന്ന് അവർക്ക് 5 കൈയും 6 കാലും പലവിധമായിരിക്കുന്ന കൈകാലുകളൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ചുപോയ അമാനുഷ്യരായിരുന്നു. അവരുടെ ശരീരങ്ങൾ അവര് അലിഞ്ഞു ചേർന്ന മണ്ണിലുണ്ട്. ഇതെല്ലാം വെളിപ്പെടുന്നത് ഒടുക്കത്തെ നാളിലാണ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് വെളിപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ ഗർഭസ്ഥ ശിശുക്കൾ മുതൽ ശൈശവാസ്ഥയിലുള്ളവർ, ബാല്യപ്രായത്തിലുള്ളവർ, കൗമാരപ്രായക്കാർ, യൗവനക്കാർ, വൃദ്ധന്മാർ എന്നീ 6 വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സകല മനുഷ്യർ കാലാകാലങ്ങളിൽ മരിച്ചു പോയിട്ടുണ്ട്. ഗർഭത്തിൽ ഒരുവായ ഗർഭസ്ഥ ശിശുക്കൾ, ഹൃദയമിടിച്ചു തുടങ്ങിയ ആത്മാവും ജീവനും വെളിപ്പെട്ട ജീവിതങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ, അഥവാ വൃക്ഷത്തിന്റെ ആയുസ്സുണ്ടായിരുന്ന 1000 ആണ്ട് വാഴ്ചയുള്ള മനുഷ്യർ വരെ, ആരെല്ലാമാണോ ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുന്നത്, അതിൽ ജീവനോ അത് നിത്യജീവന് യോഗ്യതയുള്ള പേരുകളുള്ളത് എല്ലാവരും സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കും. തെളിവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്രം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്കടുത്ത് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അധികം കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 3 കൂട്ടരെ ഏൽപ്പിച്ചു കൊടുത്തതില് നിത്യ നരകാജ്ഞ രണ്ടാമത്തെ മരണമാകുന്ന നരകാജ്ഞ തള്ളിക്കളയുന്ന ആരെയാണ്? മലയാളം വായിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന, ഏതെങ്കിലും ഭാഷ വായിക്കാൻ അറിയാവുന്ന ഒരു വായിച്ചതിന് ഉത്തരം പറയണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടുവെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന മലയാളം പുസ്തകം രേഖപ്പെടുത്തുന്നത്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമിഴിലും ഇംഗ്ലീഷിലും മറ്റുള്ള ഭാഷ എഴുതി അത് കറക്റ്റാ, കൃത്യതയുള്ളതാണ്, വ്യക്തതയാണ്. എന്നാൽ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ നരകാഗ്നിയിലേക്ക് തള്ളിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? തുറന്നു പറയുന്ന വചനം വായിച്ചാൽ വളരെ വ്യക്തമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പൊയ്യിൽ തള്ളിയിടും. നമുക്കതിനെ ഒന്ന് ഇക്വേഷൻ ചെയ്ത് പഠിച്ചാൽ മതി. കണക്കൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. 3 കൂട്ടരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് ഏതൊക്കെയാണ് ഏൽപ്പിച്ചു വെക്കുന്നത്? സമുദ്രം പ്ലസ് പാതാളം പ്ലസ് നരകം. അതാണ് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം. അതിൽ അഗ്നിനരകത്തിലേക്ക് പോകുന്നത് പാതാളവും മരണവുമാണ്. അപ്പോൾ ബാക്കി മൈനസ് ആയിട്ടുള്ളത് ആരാണുള്ളത്? ഈ 3-ൽ നിന്ന് പാതാളവും നരകവും അഗ്നിനരകത്തിലേക്ക് പോയി. ബാക്കിയുള്ളത് സമുദ്രത്തിലുള്ളവരാണ്. അപ്പം സമുദ്രത്തിലുള്ളവർ ആരാണ്? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം സമുദ്രം പ്ലസ് നരകം പ്ലസ് പാതാളം ഈക്വൽ ടു അത് കാണിച്ചിരിക്കുന്നത് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനം. 3 പുസ്തകങ്ങൾ തുറക്കപ്പെടും. പാതാളത്തിലുള്ള പുസ്തകം, മണ്ണത്തിലുള്ള പുസ്തകം, അതുപോലെ ജീവന്റെ പുസ്തകം. ഈ 3 പുസ്തകങ്ങളാണ് തുറക്കപ്പെടുന്നത്. ഞാൻ ഇന്നത് വെളിപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ഫാമിലി കോൺഫറൻസ് അതിനെ കുറിച്ച് കൂടുതലായി പഠിപ്പിക്കും. അന്ന് തുറക്കപ്പെടുന്ന 3 പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്രവൃത്തികൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമുണ്ട്, പാതാളത്തിൽ പോയവരുടെ പുസ്തകമുണ്ട്, നരകത്തിൽ പോയവരുടെ രേഖപ്പെടുത്തിയതുണ്ട്, അതുപോലെ തന്നെ സമുദ്രത്തിലേക്ക് ഉള്ളവരുടെ ജീവന്റെ പുസ്തകമുണ്ട്. ഈ 3 പുസ്തകങ്ങളാണ് അന്ന് തുറക്കപ്പെടുന്നത്. അപ്പം നിങ്ങൾക്കിനി ഫാമിലി കോൺഫറൻസിന്റെ പ്രധാനമായിട്ടുള്ള
ഒരു തീം മനസ്സിലായല്ലോ. അന്ന് തുറക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം മനസ്സിലായല്ലോ. അന്ന് തുറക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാ? പാതാളത്തിലുള്ളവരുടെ പ്രവൃത്തികളെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. അതനുസരിച്ചാണ് അവർക്ക് വിധി ഉണ്ടാകുന്നത്. ഇവിടെ പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നേ ഉള്ളൂ. വ്യാഖ്യാനിക്കണം, അതിനെ വെളിപ്പെടുത്തണം. അല്ലാതെ എന്താണെന്ന് അറിയാൻ കഴിയാതെ മാറിപ്പോകരുത്. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാതാളം, സമുദ്രം, മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്, നരകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ വ്യാഖ്യാനിച്ചെടുക്കണം. സിമ്പിളായിട്ടുള്ള വിഷയമേ ഉള്ളൂ. പക്ഷേ പുസ്തകങ്ങൾ തുറന്നെന്ന് പറഞ്ഞപ്പോൾ ഏത് പുസ്തകമാണെന്ന് പരിശുദ്ധാത്മാവിൽ അതിനെ വ്യാഖ്യാനിക്കണം. ദൈവം എഴുതുന്ന പുസ്തകങ്ങൾക്കകത്ത് 3 പുസ്തകങ്ങളെന്ന് പഠിപ്പം. അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കും. ഫാമിലി കോൺഫറൻസിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിത് മനസ്സിലാക്കിയുകൊണ്ട് ഫാമിലി കോൺഫറൻസ് ആരും വരണ്ടെന്ന് വിചാരിക്കണ്ട. നീ ഉണ്ടല്ലോ പുസ്തകങ്ങൾ. അത് തന്നെയല്ലല്ലോ, അതേതൊക്കെയാണെന്ന് ഇവിടെ പഠിക്കണ്ടേ. ഇതിൻ്റെ ഒരു തുടക്കം മാത്രമേ, ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 പുസ്തകങ്ങളും തുറക്കപ്പെടുന്നത്, ഇത് ഞാനത് ഇക്വേഷൻ ഇട്ട് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ സമുദ്രം, പാതാളം, മരണം, ഇത് 3 ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അന്ന് തുറക്കപ്പെടുന്ന പുസ്തകങ്ങൾ സമുദ്രത്തിലുള്ളവരുടെ നിത്യജീവന്റെ ജീവിതത്തിന്റെ പുസ്തകം, പ്ലസ് നരകത്തിലുള്ളവരുടെ പ്രവൃത്തികൾ, പാപത്തിന്റെ പ്രവൃത്തി എഴുതിയിരിക്കുന്ന പുസ്തകം, നരകത്തിൽ ഉള്ളവരുടെ പ്രവൃത്തികൾ, കഠിന ഭാവം ചെയ്തവരുടെ പ്രവൃത്തി എഴുതിയിരിക്കുന്ന പുസ്തകത്തിലെ പേരുകൾ. ഇതാണ് 3 പുസ്തകം. ഇതിൻ്റെ അകത്ത് കർത്താവ് വന്ന് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുന്നത് പാതാളത്തിലും നരകത്തിലും എഴുതപ്പെട്ടവരുടെ പേരുകളാണ്. നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുന്നത്. നിത്യനരകത്തെ തള്ളിക്കളയാതെ ശേഷിച്ചിരിക്കുന്ന ആരാണ്? ജീവപുസ്തകത്തിൽ പേരുള്ള സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. ഇവരെ ആണ് നിത്യജീവന് യോഗ്യതയുള്ളവരുടെ മരണം ശേഷമായി പുതിയ നിയമത്തിൽ സമുദ്രത്തിലാകുന്നു അവിടെ ആത്മാക്കളെ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇതിനു മുമ്പ്, പുതിയ നിയമത്തിന് മുമ്പ് പഴയ നിയമത്തിൽ എവിടെയായിരുന്നു ഇവിടെ ആത്മാക്കൾ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമുണ്ടല്ലോ. എവിടെ വെച്ചിരുന്നത്? മീതെയുള്ള പാതാളത്തിലാണ് അവിടെ വെച്ചിരുന്നത്. മീതെയുള്ള പാതാളത്തിൽ 2 സ്ഥലമുണ്ടായിരുന്നു. ഒന്ന് വിശുദ്ധന്മാരായ അബ്രഹാമിനെ പോലെയുള്ളവർ, നിത്യ യോഗ്യതയായിട്ടുള്ളവർ. ദൈവം പാതാളത്തിൽ ഇറങ്ങിച്ചെന്ന് അവരെ ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് പോയപ്പോൾ, മീതെയുള്ള പാതാളത്തിലുണ്ടായിരുന്ന വിശുദ്ധന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പോയപ്പോൾ നിത്യജീവന യോഗ്യതയുള്ളവരെ അന്ന് സമുദ്രമെന്ന മണ്ണാണെന്ന് നിരയിൽ വെച്ചു. ബാക്കിയുള്ളവരെ 1-ാമത്തെ പർദീസിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ എതിർത്താലും ആരെതിർത്താലും ഈ വചനം സത്യമാകുന്നു. സമുദ്രത്തിൽ ഒരു മരണാനന്തര നിരയുണ്ട്. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് ജീവന്റെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ പേരുകളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവരെയാണ് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. കാരണം 1000 ആണ്ട് വാഴ്ചയിൽ മനുഷ്യന് മരണമുണ്ട്. ഒടുക്കത്തെ നാളിൽ സകല മനുഷ്യരും മാറ്റപ്പെടും. ആകാശം ഭൂമി ഓടിപ്പോകുന്നതിന് മുമ്പായി മാറ്റപ്പെടും. അവർ മാറ്റപ്പെടുമ്പോൾ ഒന്നെങ്കിൽ സമുദ്രത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിലേക്ക്, അല്ലെങ്കിൽ പാതാളത്തിലേക്കാണ് മാറ്റപ്പെടുന്നത്. അവരെ 3 കൂട്ടരെയുമാണ് വെളിപ്പെടുത്തുന്നത്. ഇവർക്കാണ് ഇതിന്റെ അടുത്ത ന്യായവിധി ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് സമുദ്രത്തിൽ മരണാന്തര ഉണ്ടാകുന്ന പഠിപ്പിച്ചതിന്റെ പേരിൽ ആരെങ്കിലും എന്നെ ഏതെങ്കിലും വിധത്തിൽ എന്നെ ദുരുപദേശകനായിട്ടോ ഏത് വിധത്തിൽ പഠിപ്പിച്ചാലും മുദ്ര കുത്തിയാലും എനിക്ക് ഒരു പേടിയുമില്ല, ഒരു കുഴപ്പവുമില്ല. വചനം സത്യമാകുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പഠിപ്പിക്കണം. എവിടെയാകുന്നു 1000 ആണ്ട് വാഴ്ചയിൽ മരിക്കുന്നവരുടെ ആത്മാക്കളെ ദൈവം സൂക്ഷിക്കുന്നതെന്ന് അവർ ഉത്തരം നൽകണം. രാത്രിയിൽ ഞാൻ അതിനെ ദൈവകൃപയിൽ സ്നേഹത്തിൽ അവരോട് ഞാൻ ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ഈ പഠനം ഇത് ദുരുപദേശമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, കാരണം അങ്ങനെ ഒരു ചിന്താഗതി വരാം. കാരണം മരണത്തിൽ സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുക, സമുദ്രത്തിൽ വീണ് മരിച്ചു പോരാണെന്നാണ് പൊതുവെയുള്ള ചിന്തകളും പഠിപ്പിക്കലുമുണ്ടെങ്കിൽ, രാത്രി ഞാൻ അവരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുക, അങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ മരിക്കുന്ന നിത്യജീവന യോഗ്യതയുള്ളവരെ എന്നാണ്, എവിടെയാണ് അവരെ ദൈവം വെച്ചിരിക്കുന്നതെന്നൊരു ഉത്തരം അവർ നൽകണം. പക്ഷേ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകാരംഭം മുതൽ പുതിയ നിയമം ആരംഭിക്കുന്ന ക്രിസ്തു പാതാളത്തിറങ്ങി ഉദ്ധരിക്കുന്നവരെയും മരിച്ചുപോയ അബ്രഹാം ഉൾപ്പെടെയുള്ള ശിശുക്കളായിട്ടുള്ള സകല മനുഷ്യരുടെ ആത്മാക്കളെ വെച്ചിരുന്ന മീതെയുള്ള പാതാളത്തിലായിരുന്നു. യേശുക്രിസ്തു പാതാളത്തിറങ്ങി സുവിശേഷം പ്രസ്താവിച്ച് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയർത്തിക്കയറി പുതിയ നിയമം സ്ഥാപിച്ചപ്പോഴാണ് സമുദ്രത്തിലെ മണ്ണാന്തര തുറക്കപ്പെട്ടത്. 1-ാമത്തെ സ്വർഗത്തിന്റെ 1-ാം സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, സകലത്തെ നിറയ്ക്കേണ്ടവൻ സകലത്തിനും മീതെ കയറിയതായിരുന്നു. അപ്പോൾ സകലത്തെ നിറയ്ക്കുന്നവൻ ശൂന്യമായി കിടന്നിരുന്ന സമുദ്രത്തിന്റെ മരണാന്തര നിര, പാതാളത്തിലെ മരണാന്തരകൾ ശൂന്യമായിരുന്നു.
അവൻ നിറയ്ക്കേണ്ടവൻ നിറയ്ക്കും. 1000 ആണ്ട് വാഴ്ചയിലാണ് സമുദ്രമെന്ന മണ്ണാണ് നിറയ്ക്കപ്പെടുന്നത്. എൻ്റെ യേശു ലോകത്തിൽ വന്നത് ശൂന്യമാക്കുവാനല്ല, ഇല്ലാതാക്കി കളയാൻ വേണ്ടിയല്ല. അവൻ നിറവുള്ളവനാണ്, നിറയ്ക്കുന്നവനാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം കണ്ടിരിക്കുന്ന നിറവുണ്ട്. എത്ര പേർ മണവാട്ടി സഭയിൽ ഉൾപ്പെടണം, എത്ര പേർ ചന്ദ്രദേശന്റെ മണവാട്ടി സഭയുടെ തോഴിമാരായി മാറണം, എത്ര പേർ പഴയ നിയമത്തിന് വിശുദ്ധന്മാർ ഉണ്ടായിരിക്കണം, എത്ര പേർ യഹൂദന്മാരിൽ നിന്ന് 144 കണക്ക് ദൈവത്തിനുണ്ട്. അതുപോലെ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ എത്ര പേർ നിത്യജീവനിലേക്ക് പ്രവേശിക്കണം എന്നുള്ളത് സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ജീവന്റെ ഉറവയായിരിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചിരിക്കുന്ന ആ ദൈവിക ഉദ്ദേശം വെളിപ്പെടുത്തും. യേശു ശൂന്യത വരുത്തുന്നവനല്ല, അവൻ നിറയ്ക്കുന്നവനാ. ഇന്ന് രാത്രിയിലെ സന്ദേശം കേൾക്കുമ്പോൾ നാം നിറവ് പ്രാപിക്കാനുള്ളവരാ. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയിൽ നിന്ന് വിശുദ്ധിയുടെ ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് നമ്മെ നിറച്ചെടുക്കുന്നത് നാം നിറവ് പ്രാപിച്ച് അവന്റെ നിറവിനോളം എത്തി അവനോട് സദസ്യന്മാരായി തീരുവാൻ വേണ്ടിയാണ്. അപ്പോൾ വളരെ വ്യക്തമായി ദൈവവചനം നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാം, നിരവധി പ്രഭാഷണങ്ങൾ, നിരവധി ഗ്രന്ഥങ്ങൾ, നിരവധി കമന്ററികളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വായിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാം. എന്നാൽ വളരെ സിമ്പിളായ രീതിയിൽ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ഒരു യാതൊരുവിധമായ ആംപ്ലിഫൈഡ് വേർഷൻ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കമന്ററി വെച്ചോ തെളിയിക്കാതെ, സമുദ്രത്തിൽ മരണാന്തരയുണ്ടെന്നും ആ സമുദ്രത്തിലെ മരണാന്തര കർത്താവിന്റെ അവൻ പാതാളത്തിൽ പോയി ബദ്ധന്മാരെ വിടുവിച്ചപ്പോൾ ഉയർത്തി കയറിയപ്പോൾ ആണ് അവിടെ സമുദ്രത്തിൽ മരണാന്തര ആരംഭിച്ചെന്നും അതിന്റെ അവസാനം നിറവിലേക്ക് എത്തുന്നത് ഒടുക്കത്തെ നാളിലാകുന്നു എന്നുള്ളതും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയാൽ ഇത് വിശ്വാസയോഗ്യവും സത്യമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കിയുള്ള ഭാഗമൊന്നും ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 11-12 അധ്യായം 2-ാം വാക്യത്തില് നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചില നിത്യജീവനായും ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. ദാനിയേൽ പുസ്തകം 12. അതാണ് ആകാശം ഇല്ലാതാകും വരെയും ഉണരുന്നില്ല എന്ന് യോബ് പറഞ്ഞെങ്കിൽ ദാനിയേൽ പ്രവചിക്കുകയാണ്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചില നിത്യജീവനായി ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു, ജീവന്റെ ഉറവിടമായിരിക്കുന്ന ജീവദാതാവായിരിക്കുന്ന യേശുക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, കല്ലറയിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും നായിക വരുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും, മണ്ണും പാതാളം തങ്ങളുടെ ഏൽപ്പിച്ചു കൊടുക്കും. താരൊക്കെയാണെന്നുള്ളത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇതിലേക്ക് പോകുന്നില്ല. ഇതെന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകം പഠനത്തിന് ശേഷം മനുഷ്യൻ മരിച്ചാൽ എവിടെ എന്നുള്ള വിഷയ സംബന്ധമായ ക്ലാസ്സുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അത് പഠിക്കണം. മനുഷ്യൻ മരിച്ച ശേഷം എവിടെയാണ് എന്നുള്ളത് എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും ഇത് സംബന്ധമായി പലർക്കും അറിയാത്തത് കൊണ്ട് അത് സംബന്ധമായ ഒരു ക്ലാസ് കൂടി എടുത്ത് യൂട്യൂബിൽ അത് ഇടണമെന്ന് കർത്താവ് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാട്ടിടയാത്തുണ്ട്. കാരണം മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടെയാണ്, അവനൊരു വീണ്ടും ഒരു ജീവിതമുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആഴമേറിയ കാര്യങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അറിയേണ്ട പ്രിയപ്പെട്ടവർ ദൈവാത്മാ അറിയിക്കാൻ വേണ്ടി അതിനുമുള്ള ക്ലാസ്സുകൾ ആരംഭിക്കണമെന്നാണ് കർത്താവിൻ്റെ സമയത്ത്, ഉചിത സമയത്ത് കർത്താവ് ചെയ്യട്ടെ. അപ്പോൾ പാതാളത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സംഗീതത്തിൽ 9-ാമത്തെ 17-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകാരംഭം മുതൽ ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ത്യദിവസം ചങ്ങലയ്ക്ക് ഇട്ട് നരകത്തിലായി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ദൂതന്മാരെ ന്യായവിധിക്കായി കാപ്പാനേൽപ്പിച്ച് ദൂതന്മാരെ ന്യായം വിധിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. കർത്താവിനോട് കൂടെ അന്ന് ന്യായം വിധിക്കുന്ന ഒടുക്കത്തെ നാളിലാണ് ദൂതന്മാരെ ന്യായം വിധിക്കുന്നത്. അന്ന് അവർക്ക് പുനരുത്ഥാനമില്ല, അവരെ ചങ്ങലയിൽ നഴിച്ച് വെള്ളസിംഹാസനം മുമ്പാകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായതുകൊണ്ട് വെള്ളസിംഹാസനം മുമ്പാകെയുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരാണെന്നുള്ളതും എന്താണെന്നുള്ളതും മനസ്സിലായി നരകത്തെയും പാതാളത്തെയും നിത്യനരകാഗ്നിയിലേക്ക് തള്ളിക്കളയുമ്പോൾ സാത്താന്റെ കൊമ്പുകളായിട്ടുള്ളത് മുഴുവനും
നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. എന്നാൽ ക്രിസ്തുവായിട്ട് ചേരാനുള്ള നിത്യ യോഗ്യത പ്രാപിക്കാനുള്ളവർ ദൂതതുല്യരായി അവർ ഉണ്ടാക്കുവാനുള്ളത് അവർ ഈ ഒടുക്കത്തെ നാളിന്റെ അവസാനത്തെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന ആകാശഭൂമി കത്തിയെഴിയപ്പെടുമ്പോൾ അതിന് പകരമായി നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടേക്കാണ് വെള്ളസിംഹാസനം മുമ്പാകെ നിന്ന് ഒന്നാമത്തെ ആകാശം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൂതന്മാരും ദൂതസദൃശായിത്തീരുന്ന മനുഷ്യരും ഭൗമിക തേജസ്സുള്ളവരായി. ദൂതന്മാർക്ക് അവിടെ തേജസ്സുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്നാൽ മനുഷ്യരിൽ ഭൗമിക തേജസ് പ്രാപിച്ച് അവർ പൊതുവാന ഭൂമിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ആകാശത്തിൽ ദൂതന്മാർക്കുള്ള തേജസ് സ്വർഗാസ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തേജസ്സല്ല. സ്വർഗാസ്വർഗത്തുള്ള ഗബ്രിയേലിനും മീഖായേലിനും ഒക്കെയുള്ള തേജസ് സ്വർഗാസ്വർഗത്തിലുള്ള തേജസ്സാണ്. അവിടെ ദൂതന്മാർക്ക് അതിലെ കിരൂപുകൾക്കും ഒക്കെയുള്ള തേജസ് അവിടെയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടാക്കത്തില്ല, അവിടെ ഒരു വഞ്ചന ഉണ്ടാക്കില്ല, അവിടെ ഒന്നും സംഭവിക്കത്തില്ല. സ്വർഗാസ്വർഗത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. മരിച്ചടക്കം ഉയർത്തേണ്ട യേശു ക്രിസ്തു അല്ലാതെ ആരും സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പരദേശിയിലാണ് മരിച്ച വിശുദ്ധന്മാരെല്ലാവരും അവിടെ ആത്മാക്കൾ വിശ്രമിക്കുന്നത്. അവിടെയുള്ളവർക്ക് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. സ്വർഗ്ഗതേജസ്സ് പ്രാപിക്കണം. അങ്ങനെയുള്ളവരവിടെ അവിടെയുള്ള ദൂതന്മാർക്ക് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. എന്നാൽ മൺപൊടികളായ നമുക്ക് അവകാശമുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ സത്യം മനസ്സിലാക്കിയെങ്കിൽ ഈ വചന പഠനം കൊണ്ട് നാം എന്തായിത്തീരും ആരായിത്തീരും എന്നുള്ള വലിയ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കും എന്നുള്ളതും നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കഠിനഭാവികളായിട്ടുള്ളവരെ മണ്ണത്തിന് തക്ക പാപം ചെയ്യുന്ന കഠിനഭാവികൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 17 വാക്യങ്ങൾ വായിക്കും. മണ്ണത്തിന് തക്ക പാപം ഉണ്ടെന്ന് പറയുമ്പോൾ നരകത്തിന് യോഗ്യമായ പാപത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണത്തിന് തക്ക പാപം എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ട് വീണ്ടും പാപം ചെയ്യുന്നതാണ്. ലേഖനം 6-ാം അധ്യായം 4-8 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടെ ദിവസം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലഭിക്കാൻ പോകുന്നത് ഏറ്റവും അതിശ്രേഷ്ഠമായ കാര്യമാണ്. ഇനി അത് ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കാരണം അത് മനസ്സിലാക്കിയെടുക്കണം. രക്ഷ കരസ്ഥമാക്കി എല്ലാവരും കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യം അത് നമ്മൾ സൂക്ഷിക്കണം. ദൈവത്തിൽ അതിനെ സൂക്ഷിക്കണം, കാത്തുകൊള്ളണം. ആ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമ്മൾ യാചിക്കണം. അഹങ്കരിച്ചു പോയാൽ നഷ്ടപ്പെട്ടു പോകും. ലേഖനം 6-ാം അധ്യായം 4-8 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വായിച്ചാൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. രക്ഷ നഷ്ടപ്പെടുമോ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടാം. മനഃപൂർവമായി പാപം ചെയ്താൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. ലഭിച്ചത് നഷ്ടപ്പെടുത്തി കളയാതെ ലഭിക്കാനുള്ള വാഞ്ചയോടെ വീണ്ടും ആത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളിപ്പിച്ചാലോ അത് കൊലതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകാത്രേ അതിൻ്റെ അവസാനം. ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പോൾ മുള്ളും ഞെരിഞ്ഞിലും ഇല്ലായിരുന്നു. എന്ന് മനുഷ്യൻ പാപത്തടിവപ്പെട്ടോ അതിനുശേഷമാണ് ഭൂമിയിൽ മുള്ളും ഞെരിഞ്ഞിലും ഉണ്ടായത്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കാനല്ല, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ കൃഷിക്കാരനായിരിക്കും നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി വിളവായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായം വളരെ ശക്തമായി പഠിക്കണം. അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ദൈവസഭകൾക്ക് ഇപ്പോഴും
ഉള്ള പഠനം പലപ്പോഴും ഇത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവർത്തനത്തെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചോടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ല, നാം അത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കാതെ മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസസ്നാനത്തെക്കുറിച്ചും സ്ഥാനങ്ങളെക്കുറിച്ചും കയ്യപ്പനെക്കുറിച്ചും നിത്യശിക്ഷാവധി ഉണ്ടെന്നൊക്കെ സിമ്പിളായി പറഞ്ഞുള്ള ഒരു പഠിപ്പിക്കൽ മാത്രമാണ് ബേസിക് ടീച്ചിങ്, അടിസ്ഥാന ഉപദേശങ്ങളാണ്. അത് മുറുകെ പിടിക്കാതെ, അത് മാത്രം നിൽക്കാതെ, ഇങ്ങനെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം പഠിക്കണം, യഗസ്കേൽ പ്രവചനം പഠിക്കണം, ദൈവം നിർത്തിയിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും പഠിക്കണം, മനസ്സിലാക്കണം. നമുക്കത് മനസ്സിലാക്കാൻ കർത്താവ് പറഞ്ഞ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടുത്താം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ? അതോ എന്നും മാനസാന്തരത്തെക്കുറിച്ചും അത് എമോഷണൽ ആയിട്ടുള്ള മനുഷ്യന്റെ ഈകലോക ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണോ ചിന്തിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ തത്വാധിഷ്ഠിതമായി വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിജ്ഞാനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കാൻ ബുദ്ധിമുട്ടാ, മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ് പലരും മാറിപ്പോവും. യേശുക്രിസ്തുവിനെ വിട്ട് മാറിപ്പോയില്ലേ? കർത്താവ് ഉപദേശം ശക്തിപ്പെടുത്തിയപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പറ്റത്തില്ല, വിട്ടുപോയി. എന്നും മാനസാന്തരവും എന്നും സ്നാനത്തെക്കുറിച്ചും എന്നും ഈ കർത്താവ് വരവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എളുപ്പമാണ്, എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവ് വരുമ്പോൾ എന്ത് സംഭവിക്കും, അതിനുശേഷം എന്ത് സംഭവിക്കും, ഭാവികാല സംഭവങ്ങൾക്ക് വെളിപ്പാടൊക്കെ എഴുതിക്കുന്നത് എന്താണെന്ന് പഠിക്കണമെങ്കിൽ സമയം വേണം, ആഗ്രഹം വേണം. അത് പഠിക്കുന്നവരെ കളിയാക്കുകയല്ല, ഇതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയല്ല. പഠിക്കേണ്ടവർ പഠിക്കട്ടെന്നേ, ചിന്തിക്കേണ്ടവർ ചിന്തിക്കട്ടെന്നേ, ആരും പഠിപ്പിക്കട്ടെന്നേ, അത് മനസ്സിലാക്കട്ടെന്നേ. അല്ലാതെ ഒരു പക്ഷേ എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും പഠിപ്പിക്കുന്നത് വ്യത്യസ്ത കാണുമായിരിക്കാം. അതിലേതാണ് നല്ലതെന്ന് നോക്കി അത് തള്ളിക്കളയാതെ, ഒന്നിനെ നിസ്സാരമായി കണക്കാക്കാതെ ഏതാണോ നല്ലതെന്ന് നോക്കി അതിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിച്ച വെളിപ്പാട് പുസ്തകം മാത്രം പഠിക്കണമെന്നോ ഞാൻ എഴുതിയ പുസ്തകം മാത്രം വായിക്കണമെന്നോ ഞാൻ ഒരിക്കലും ആരോടും പറയത്തില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കണം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പഠനങ്ങളും പഠിക്കണം, എല്ലാ മെസ്സേജും കേൾക്കാമെങ്കിൽ കേൾക്കണം. പക്ഷെ അതിന് ശേഷമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം, ഏതിലാണ് കാര്യങ്ങളെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ ഏതാണോ നല്ലത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തിൻ്റെ ഈ പഠനത്തിന് അവസാനത്തിലേക്ക് എത്താൻ താല്പര്യപ്പെടുക. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഈ ലഭിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ചിന്താഗതിയുണ്ട്. അതുകൊണ്ട് ഗ്രേസ് പീരീഡാണെന്ന് പറഞ്ഞുകൊണ്ട്, ഗ്രേസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് അതിക്രമവും ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഗ്രേസ് കാണിക്കുന്ന പറഞ്ഞ് ഗ്രേസിന്റെ ചിന്താഗതി കർത്താവ് മേഴ്സിയുള്ള ദൈവമാണ്, തള്ളിക്കളയത്തില്ലാത്ത ദൈവമല്ല. തള്ളിക്കളയും. മോശം എന്ന് ഞാൻ മാറ്റിക്കളയുന്നു. നീ പാപം ചെയ്യുന്നതിന് പേര് ഞാൻ മായ്ച്ചു കളയുന്നു, പാപം ചെയ്യുന്നതിന് പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ വെക്കത്തില്ല എന്നുള്ളത്. അവനവിടെ ദൈവത്തിന് കരുണ തോന്നിയില്ല. അപ്പോൾ ദൈവത്തിന്റെ കരുണ എന്ന പേരിൽ നീ മദ്യപിക്കാൻ തുടങ്ങിയാൽ, നീ വ്യഭിചാരം ചെയ്യാൻ തുടങ്ങിയാൽ, നീ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അറക്കപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങിയാൽ, നീ പേരുകൊണ്ട് മാത്രമേ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് വിശുദ്ധനാകയില്ല. വിശുദ്ധനാകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കണം. നമുക്കിതെല്ലാം ആവശ്യമാണ്. വെള്ളവസ്ത്രം ആവശ്യമാണ്, കർത്തൃമേശയുടെ ബന്ധത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ആവശ്യമാണ്. പക്ഷേ പുറമേ ഒരു വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് അകത്തിരുളിന്റെ പ്രവൃത്തിയാണെങ്കിൽ നേരത്തെ ഇതൊക്കെ ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ നിനക്കത് മൂടി വെക്കാൻ കഴിയത്തില്ല എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശിശുക്കളെ പോലെ വീണ്ടും ജനിപ്പിച്ചു, ദൈവവചനത്തെ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നു. ദിവസങ്ങളിൽ മനഃപൂർവ്വമായി പാപം ചെയ്യാതെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ജീവിപ്പാൻ അത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠകരമായ പദവിയായതുകൊണ്ട് രാത്രി ഞാൻ വളരെ കണ്ണുനീരോടെ താഴ്മയോടെ ഒന്നുകൂടി അപേക്ഷിച്ച് പറയട്ടെ, അഹങ്കരിച്ചു പോകാതെ, നെകളിച്ചു പോകാതെ, ലഭിച്ചെന്ന് വിചാരിക്കാതെ, എല്ലാമായെന്ന് വിചാരിക്കാതെ, കുറവുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്
വിശുദ്ധ ജീവിതം പ്രാപിപ്പാൻ വേണ്ടി ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മളൊന്നും ആയിട്ടില്ല, നമ്മളാകേണ്ടതുപോലെ ആയിട്ടില്ല. നാം കർത്താവിൻ്റെ വിശുദ്ധിയുമായി ചിന്തിക്കുമ്പോൾ അവൻ്റെ സ്നേഹമായ തലം വെച്ചിപ്പോൾ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാം മറ്റുള്ള മുമ്പിൽ അല്ല കാണിക്കേണ്ടത്, ഹൃദയത്തെ കാണുന്ന ദൈവത്തോട് പറഞ്ഞ കർത്താവ് എൻ്റെ ബലഹീനതയൊക്കെയാണ്, എന്നോട് കൃപ ചെയ്യണമേ, എന്നോട് കൃപ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഗ്രേസ് പീരീഡാണെന്ന് പറഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ ദൈവം പറഞ്ഞു ചുട്ടുകളയും, നിത്യ നരകാഗ്നിയിലേക്ക് ഇട്ടുകളയും. നീ എത്ര ദിവസം ദൈവത്തെ വിശ്വസിച്ചെന്നോ, എത്ര നാൾ എന്തെല്ലാം ചെയ്തെന്നോ ദൈവം നോക്കിയില്ല. അവസാന ശ്വാസം പോകുന്ന സമയത്ത് ദൈവം ഫൈനലൈസ് ചെയ്യുന്നത് ഇവനെ എവിടേക്ക് മാറ്റണമെന്ന്. അതുവരെയും തീരുമാനമെടുക്കത്തില്ല. ഈ ചെയ്തതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ അവസാനത്തിൽ നാം ഇവിടുന്ന് യാത്ര പിരിയുമല്ലോ, അന്നാണ് നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്യുന്നത്. അന്നവനത് മുദ്രവയ്ക്കും. ആ സമയത്ത്, ശ്വാസം വിടുന്ന സമയത്ത് എന്ന് കണ്ട് മുമ്പ് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അവസാന സമയത്ത് നന്നായി ജീവിക്കാൻ നടക്കത്തില്ല. എന്നാ മനുഷ്യ നീ മരിക്കുന്നത് അറിയാൻ വയ്യാത്ത, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ കർത്താവ് വരുന്നതെന്ന് അറിയാൻ വയ്യാത്തത്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നാണ് അറിയാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അതിനെ മർമ്മമാക്കി വെച്ചിരിക്കുന്നത്. നാം എപ്പോഴും വിശുദ്ധിയെ തികച്ച് അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഞാൻ ഭയത്തോടെ ഈ ഭാഗം വായിച്ചെന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ, 6-ാം വാക്യം, പിന്മാറിപ്പോയാൽ രാത്രി നമുക്കൊരനുഭവം വരാതെ രാത്രി പറയും, കർത്താവേ എനിക്ക് കഴിവില്ല, നിന്റെ കൃപയാൽ എന്നെ നിർത്തണമേ. ഒരിക്കലും പിന്മാറിപ്പോയി ഞാൻ മുള്ളും ഞെരിഞ്ഞനുമായി തീർന്ന് ചുട്ടുകളയുന്ന അനുഭവത്തിലേക്ക് വരാതിരിക്കുവാൻ, നിത്യ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടാതിരിക്കുവാൻ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നഷ്ടപ്പെട്ട് പോകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവസങ്ങളിൽ ഓടിയതും അധ്വാനിച്ചത് വൃതാവാകാതിരിക്കുവാൻ, പൗലോസ് പറഞ്ഞല്ലോ, വൃതാവാകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് അധികമായി വിശുദ്ധിയിൽ നമ്മുടെ ഓട്ടം തികച്ച് കർത്താവിനോട് ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അന്ത്യശ്വാസം അതല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്നവരെയും നാം ഒരുങ്ങി ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ വചനപ്രകാരം നമുക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നാം ഒരിക്കലും വെള്ളസിംഹാസനം പ്രത്യക്ഷപ്പെട്ട് നിത്യനരകാഗ്നിയിലേക്ക് പോകാനിടയാകരുത്. എന്നാൽ വെള്ളസിംഹാസനം നിത്യജീവനെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ മധ്യാകാശം വരെ നമ്മൾ എടുക്കപ്പെട്ട അവിടെ മണവാട്ടിയാകണ്ടേ, നാം പഠിച്ചതും നാം ഗ്രഹിച്ചതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണ്ടേ. ഇത്ര ആഗ്രഹിക്കുന്നു. നമ്മളെ കർത്താവ് നിത്യജീവനിലേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ ആ 60 മേനിയിലേക്ക് തികയ്ക്കുന്ന ദൈവത്തെ വിശദീകരിക്കുന്നതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 100 മേനിയാകുന്ന ക്രിസ്തുവിന്റെ തലയോളം വളരെ പരിജ്ഞാനം പൂർത്തി പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നല്ലോ. രാത്രി കണ്ണുകളടയ്ക്കാൻ ദൈവത്തിൽ പറയാം, പ്രാർത്ഥിക്കാം. അതെ, നമ്മൾ പേടിച്ചല്ല പോകേണ്ടത്. ഭയം, ദൈവഭയം എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവഭയത്തിൽ നമ്മൾ ഭയപ്പെട്ട് അത് ചെയ്താൽ നഷ്ടപ്പെടുന്ന രീതിയിലല്ല. ഇത് എനിക്കുള്ള പദവിയാണ്, എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, നരകാഗ്നി കണ്ട് പേടിച്ചല്ല നീ പാപം ചെയ്യാതിരിക്കേണ്ടത്. നരകാഗ്നി കണ്ട് പേടിച്ചല്ല പാപം ചെയ്യാതിരിക്കേണ്ടത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് വിചാരിച്ചുകൊണ്ട്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട്, ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ മഹിമയോർത്തുകൊണ്ട്, സ്ഥാനമോർത്തുകൊണ്ട് അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി ആണ് നാം വിശുദ്ധിയെ തികയ്ക്കേണ്ടത് എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വിരാമിടുന്നു. ദൈവം വെച്ചാൽ നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതായിരിക്കും. പിതാവാം ദൈവത്തെ ആകാശം ഭൂമിയും ചുട്ടുകത്തി എഴുപ്പിടുകയും പുതിയ ആകാശ പുതിയ ഭൂമി സമ്പൂർണ്ണമായിരിക്കുന്ന ദൈവരാജ്യത്തെ പിതാവാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് പരമേൽപ്പിക്കണ്ടേ. അതിനുവേണ്ടി ഇറങ്ങി വന്ന വിശുദ്ധന്മാർ മടങ്ങിപ്പോകും. അതാണ് 6ാമത്തെ സംഭവമായി നടക്കേണ്ടത്. സ്വർഗത്തിന്റെ പുത്രനെയും അവൻ്റെ മണവാട്ടിയെയും പരിവാരങ്ങളെയും ഭൂമിയിലേക്ക് അയച്ചത് ഇതെല്ലാം സമാപിച്ചിട്ട് കർത്താവ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒടുക്കത്തെ നാളിൻ്റെ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ അത് വെളിപ്പെടുത്തിയ ശേഷമായി അവിടേക്ക് നിത്യജീവനുള്ളവരെ പ്രവേശിപ്പിച്ചിട്ട് പിതാവാം ദൈവത്തെ രാജ്യം പരമേൽപ്പിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മടങ്ങിപ്പോകുമ്പോൾ അവനോടുകൂടെ വന്ന സ്വർഗദേശ പ്രാവശ്യവർ മടങ്ങിപ്പോകും. അതുകൊണ്ട് നമുക്ക് യാത്രകൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്ത് സ്വർഗത്തിലെത്തണം.
അവിടുന്ന് കുഞ്ഞാടിൻ്റെ കല്യാണം, കുഞ്ഞാടിൻ്റെ രാജകീയ അഭിഷേകം, കുഞ്ഞാടിൻ്റെ കല്യാണം, അതിനുശേഷം ഭൂമിയിലേക്ക് നാം പ്രത്യക്ഷപ്പെടണം. കുഞ്ഞാടിൻ്റെ നമുക്ക് ഹർമൂദ യുദ്ധം, കുഞ്ഞാടിൻ്റെ കല്യാണം, മഹത്സിംഹാസംഭാകൾ ന്യായവിധി, 1000 ആണ്ട് വാഴ്ച, ഗോഗുമഹോഗു യുദ്ധം, സാധാരണ ആയിട്ടുള്ള ഒടുക്കത്തെ നാളിലെ സംഭവങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് പുതിയാകാശ പുതിയ ഭൂമി പ്രത്യക്ഷപ്പെട്ട് വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി വെളിപ്പെടും. അവിടെ വിശുദ്ധിയുടെ ശക്തിയെ വ്യാപരിക്കുന്നത്, അവർക്ക് ഭൗമികതയെ പ്രാപിക്കുന്ന അവരെ ദൂതുല്യരായിട്ടുള്ള ദൂതന്മാരെയും അവിടെ പ്രവേശിപ്പിച്ചിട്ട് പിതാവാം ദൈവത്തെ രാജ്യം പരമേൽപ്പിക്കാൻ വേണ്ടി പുത്രനോടുകൂടെ വന്നവർ മടങ്ങിപ്പോകും. അങ്ങനെ സുദീർഘമായ ഏതെല്ലാം യാത്രകൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനും തോന്നിയിട്ടുമില്ല എന്നുള്ള വചനപ്രകാരം ശുദ്ധിയെ തികച്ച് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ നിൽക്കുന്ന വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്ന വചനപ്രകാരം വീണുപോകാതെ നമ്മളെ കർത്താവ് കരുതി അതിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവകൃപ നമ്മളെ വ്യാപരിക്കുവാനുള്ള ആ വലിയ അത്ഭുതത്തോടെ താഴ്മയോടെ വിനയത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ ദേഹം ആത്മാവ് കർത്താവിൽ അനന്യമാവണ്ണം വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിനായി ദൈവം നമുക്ക് കൃപ ചെയ്യും. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. രാത്രി ഒരിക്കൽ കൂടി പറയുക, നാം അത് ചെയ്യും. അതെ, ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അവനോട് കൂടെ ചേരും. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ദൂതിവിരാൻ വിടുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.